അപ്പം നമുക്കെന്നാൽ ഇന്നത്തെ സെഷൻ നമുക്ക് ആരംഭിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്നത്തെ നമ്മുടെ വെബിനാർ സീരീസിലെ ആക്ച്വലി 3ാമത്തെ ക്ലാസ്സാണ് നമ്മളിപ്പം ഇന്ന് നടത്തുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാല് ഇനിയത്തെ സിസ്റ്റം നമുക്ക് അറിയാം, നമ്മുടെ ഇനിയത്തെ ഒരു ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ കോവിഡ് അഗേൻസ്റ്റുള്ള ഫൈറ്റിൽ നമ്മുടെ ഒരു ക്രൂഷ്യൽ പീരീഡിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. കാരണം കേസുകളുടെ എണ്ണം വല്ലാതെ കൂടുന്നു. ഒരു സാമൂഹ്യ വ്യാപനം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സ്പ്രെഡ് എന്നുള്ള റിയാലിറ്റിയിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ഇതുവരെയുള്ള ഒരു സ്ട്രാറ്റജിയിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കോവിഡ് മാനേജ്മെന്റിൽ ഇനി വേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ട് ഇപ്പൊ ഇത്ര നാളും നമ്മൾ കുറച്ച് മേജർ ഹോസ്പിറ്റലുകളിലും അങ്ങനെ കുറച്ച് താലൂക്ക് ഹോസ്പിറ്റലുകളിലും മാത്രമായിട്ട് ചുരുക്കിയിരുന്ന സ്വാബ് കളക്ഷൻ ഇനി നമുക്ക് കുറച്ചും കൂടി പെരിഫറിലേക്ക് ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് മാറ്റേണ്ട ഒരു സാഹചര്യമാണ്. കാരണം നമ്മുടെ KGMO നാളുകളായിട്ട് ആവശ്യപ്പെട്ടിരുന്നതാണ്, IMA ആവശ്യപ്പെട്ടിരുന്ന കാര്യമാണ് നമ്മൾ ടെസ്റ്റുകൾ കൂട്ടുക എന്നുള്ളത്. ആ ഒരു സ്ട്രാറ്റജിയിലേക്ക്, ആ ഒരു പോളിസിയിലേക്ക് ഗവൺമെന്റ് മാറുന്നതിന്റെ ഭാഗമായിട്ടാണ് അടുത്ത ആഴ്ച തൊട്ട് നമുക്ക് ഓഗ്മെന്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പുതിയ പോളിസി വരുന്നത്. അതായത് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ടെസ്റ്റിന്റെ ഒരു ഇരട്ടിയോ 3 ഇരട്ടിയായിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റിംഗ് റേറ്റ് കൂട്ടാൻ പോവാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു നിലവിലുള്ള സിസ്റ്റം വെച്ച് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരികയും അപ്പൊ നമുക്ക് കുറച്ചുകൂടി സ്വാബ് കളക്ഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി സെൻട്രലൈസ്ഡ് ആയിട്ട് നടത്തേണ്ട ഒരു സാഹചര്യം നമുക്ക് മുന്നിൽ വരികയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ മെഡിക്കൽ ഓഫീസേഴ്സ് ഓരോരുത്തരും സ്വാബ് കളക്ഷനിൽ അതിനകത്ത് വേണ്ട ഫാക്കൽറ്റി നേടേണ്ട ഒരു ആവശ്യമാണ്, ആ ഒരു കാലഘട്ടമാണ് നമുക്ക് മുന്നോട്ട് വരുന്നത്. മെഡിക്കൽ ഓഫീസേഴ്സ് മാത്രമല്ല, നമ്മൾ സംഘടന ആവശ്യപ്പെടുന്നതും കുറച്ചും കൂടി ബാക്കിയുള്ള സ്റ്റാഫിനെ ഉൾപ്പെടുത്തിക്കൊണ്ട്, അതായത് നമ്മുടെ ഡെന്റൽ സർജൻസ് ഉണ്ട്, സ്റ്റാഫ് നഴ്സുകൾ ട്രെയിനിങ് കൊടുത്ത് സ്റ്റാഫ് കളക്ഷൻ വേണ്ടി ഉപയോഗിക്കാം. അങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ മെഡിക്കൽ ഓഫീസേഴ്സ് അക്കാര്യത്തിൽ എക്സ്പെർട്ടൈസ് നേടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് താഴേക്ക് മറ്റുള്ള കാറ്റഗറിക്ക് ട്രെയിനിങ് കൊടുക്കാൻ അവരെ അതിനകത്ത് ശാക്തീകരിച്ചെടുക്കാനും നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പൊ ഇതിന്റെ നമ്മുടെ ശ്രമത്തിന്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ KGMO ഇടുക്കി ഇപ്പം നമ്മുടെ സീരീസിലെ 3ാമത്തെ ക്ലാസ് സ്വാബ് കളക്ഷൻ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്നത്. അത് നമ്മൾ തുടങ്ങുകയാണ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മുടെ ഫാക്കൽറ്റി എന്ന് പറയുന്നത് ഡോക്ടർ രാജു പി സാറാണ്. സാറ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് MBBS കഴിഞ്ഞത്. MS കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് കഴിഞ്ഞു. ഇപ്പം ഈ JCENT ആയിട്ട് താലൂക്ക് ഹോസ്പിറ്റൽ മണ്ണാർക്കാട് നമുക്കറിയാം, ഒരു സമയത്ത് ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്ത ഒരു സ്ഥലമാണ് മണ്ണാർക്കാട്. അതുപോലെ സാറ് ഒരുപാട് ശരിക്കും പറഞ്ഞാൽ ഈ സ്വാബ് കളക്ഷനിൽ ഒരുപാട് ഇൻവോൾവ് ആയിട്ട് 2000-ലേറെ സാബുകൾ സാറ് ഇത്ര നാൾ കൊണ്ട് എടുത്തിട്ടുണ്ടെന്ന് പറയുന്നതിന് അപ്പോൾ സാറിന്റെ ആ കാര്യത്തിലുള്ള എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒരുപാട് പ്രാക്ടിക്കൽ സജഷൻസ് സാറിന് പറഞ്ഞു തരാൻ പറ്റും. അപ്പം PSC CSC MOസിന് ഈ കാര്യത്തിൽ ഒരു ട്രെയിനിങ് ആവും. അതുപോലെ ഇപ്പോൾ ഓൾറെഡി സ്വാബ് എടുത്തുകൊണ്ടിരിക്കുന്ന മേജർ ഹോസ്പിറ്റൽ MOസിന് അവരുടെ ടെക്നിക്സ് ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യാനും ബ്രഷപ്പ് ചെയ്യാനും നമുക്കൊരു ഇതായിട്ട് നമുക്ക് ഈ അവസരം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ക്ലാസ്സിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ബാക്കിയിട്ടുണ്ടെങ്കിൽ, ക്ലാസ്സിന്റെ കാര്യം ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവരെ കൂടി ഇൻവൈറ്റ് ചെയ്യുക, അവരെ കൂടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറയുക. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ചെയർ ചെയ്യുന്നത് നമ്മുടെ KGMO ഇടുക്കി ജോയിന്റ് സെക്രട്ടറിയും കാഞ്ചാർ FSCയിലെ മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ എവിനാണ്. ഡോക്ടർ എവിൻ ENT പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. അപ്പം എവിനായിരിക്കും ഇന്നത്തെ സെഷൻ ചെയർ ചെയ്യുന്നത്. അപ്പം ഇത് ക്ലാസ്സിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് എവിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. എവിൻ കേൾക്കുന്നുണ്ടോ? കേൾക്കാം സാറേ. എവിന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് സാറിനെ എൻഡോർ ചെയ്തു. ഇൻട്രൊഡക്ഷൻ പ്രത്യേകിച്ചൊന്നും ഇല്ല. നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും എക്സ്പേർട്ടുകൾ മാത്രം സ്വാബ് എടുക്കാൻ നമുക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാ മെഡിക്കൽ ഓഫീസറും റൊട്ടേഷൻ വൈസ് ആയിട്ടാണെങ്കിലും CFLTCയിൽ പോസ്റ്റിംഗ് വരും. അപ്പോൾ CFLTയിൽ പോസ്റ്റിംഗ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്വാബ് ടെസ്റ്റിംഗ് കാണും. അപ്പോൾ ഇനി നമുക്കത് അറിയത്തില്ല, നമ്മൾ അതിനൊരു കാരണം പറഞ്ഞ് നമുക്ക് മാറ്റിവെക്കാൻ പറ്റത്തില്ല. അപ്പൊ എല്ലാ മെഡിക്കൽ ഓഫീസേഴ്സും ഡോക്ടേഴ്സും അതിന് ട്രെയിൻഡ് ആയിരിക്കണം. അപ്പോൾ അത് KGMO ഇങ്ങനെ ഒരു തീരുമാനത്തിൽ പെട്ടെന്ന് ആണെങ്കിൽ നമുക്കൊരു ട്രെയിനിങ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിലും അതിൽ നമുക്ക് ഡോക്ടർ രാജു സാറിനെ കിട്ടിയതിലും നമുക്ക് ഭാഗ്യമായിട്ട് കാണണം. അപ്പോൾ നേരിട്ട് നമ്മുടെ സാറിന്റെ ക്ലാസ്സിലേക്ക് കടക്കാം. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ ചോദിച്ചിട്ട് അല്ലെങ്കിൽ അവസാനം ചോദിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ തീരുമാനിക്കും. രാജു സാർ റെഡി ആണെങ്കിൽ നമുക്ക് ക്ലാസ്സിലേക്ക് നേരെ പോകാമെന്ന് എനിക്ക് തോന്നുന്നു. ഗുഡ് ഈവനിങ്. എന്നെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നില്ലേ? ക്ലിയർ അല്ലേ? കേൾക്കുന്നുണ്ട്. ഞാൻ ആദ്യമേ തന്നെ ഇങ്ങനെ ഒരു വെബിനാർ സീരീസ് സംഘടിപ്പിച്ച ഇടുക്കി KGMO ഭാരവാഹികളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്.
ഏറ്റവും ടൈംലി ഡിസിഷനാണ്. ഞങ്ങളിവിടെ മലപ്പുറം KGMOയെ ഒരു 20ഓളം ക്ലാസ്സുകൾ ടോപ്പിക്കുകൾ പ്രസന്റേഷൻ കഴിഞ്ഞു. അതിലെനിക്ക് ടോപ്പിക് പ്രസന്റ് ചെയ്യാൻ ചാൻസ് കിട്ടിയിരുന്നു. അതുപോലെ പാലക്കാടും ഇതുപോലെ പാലക്കാട് DMO തന്നെയാണ് നടത്തിയത്. അതിലും ഈ ടോപ്പിക് പ്രസന്റ് ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇടുക്കി KGMOയിലും എനിക്ക് ഇങ്ങനെ ഒരു ടോപ്പിക് പ്രസന്റ് ചെയ്യാൻ അവസരം തന്നതിന് ഞാൻ KGMO ഭാരവാഹികളോട് പ്രത്യേകം നന്ദി പറയുകയാണ്. ഞാൻ നേരിട്ട് എൻ്റെ പ്രസന്റേഷനിലേക്ക് കടക്കാം. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, കാണുന്നുണ്ട് സർ, കാണുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൽ ആദ്യമേ നമ്മുടെ പ്രസിഡന്റും ഡോക്ടർ എവിനും ഒക്കെ പറഞ്ഞ മാതിരി എന്താണ് ഇപ്പോൾ ഈ ടോപ്പിക്കിന്റെ പ്രസക്തി എന്നുള്ളതാണ് ആദ്യമേ പറയേണ്ടത്. കാരണം അവർ മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ENT ജൂനിയർ കൺസൾട്ടൻസ് അല്ലെങ്കിൽ ENT സർജൻസ് കുറച്ച് എക്സ്പേർട്സ് ആയുള്ളവർ മാത്രം എടുത്താൽ മതി എന്ന് സ്വാബ് എടുക്കുക എന്ന അവസ്ഥയിലായിരുന്നു നമ്മുടെ നാട്. പക്ഷെ ഇപ്പോൾ ഇന്നത്തെ കേസുകളുടെ എണ്ണം കൂടി കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു കമ്മ്യൂണിറ്റി സ്പ്രെഡിന്റെ വക്കിലാണ്, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് കമ്മ്യൂണിറ്റി സ്പ്രെഡ് സംഭവിച്ച പോലെയാണ്. ഇനി അങ്ങോട്ട് ഇതിനെപ്പറ്റി അറിയുന്നവർ മാത്രം, അല്ലെങ്കിൽ ചില താലൂക്ക് ആശുപത്രികൾ, ചില ജില്ലാ ആശുപത്രികൾ മാത്രം സ്വാബ് എടുക്കുക എന്ന അവസ്ഥയിലേക്ക് പോകുന്നത് മതിയാകില്ല. നമ്മുടെ നാട്ടില് എല്ലാവരും ഹെൽത്ത് സർവീസിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ജീവനക്കാരും സ്വാബ് എടുക്കേണ്ട, ഡോക്ടർമാരല്ലാത്തവർക്കും സ്റ്റാഫ് നഴ്സുമാരും ഹെൽത്ത് ഇൻസ്പെക്ടർമാരും എല്ലാവരും സ്വാബ് എടുക്കേണ്ട, ടെസ്റ്റിന് അയക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെയുള്ള സ്റ്റാഫിനെ എങ്ങനെയാണ് സ്വാബ് എടുക്കേണ്ടത്, അത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന ഒരു അവയർനെസ് കൊടുക്കേണ്ടത്, എന്ന ക്ലാസ് എടുത്തു കൊടുക്കേണ്ടത് നാളെ നമ്മൾ തന്നെ ആയിരിക്കും. അപ്പോൾ അതിനു മുമ്പ് നമുക്കും അതിനെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു വെക്കാൻ വേണ്ടിയാണ് ഈ ഒരു ടോപ്പിക്കിന്റെ പ്രസക്തി എവിടെയാണ് വരുന്നത്. ഇതുവരെയുള്ള എടുത്ത കുറെ സ്വാബുകൾ എടുക്കാനുള്ള ചാൻസ് എനിക്ക് മണ്ണാർക്കാട് കിട്ടി. ആ ഒരു എക്സ്പീരിയൻസ് കൂടി ചേർത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഇടുക്കിയിലും കുറേ ENT സർജൻസ് നന്നായിട്ട് സ്വാബ് എടുക്കുന്നവർ, ഇടുക്കുന്നവരെല്ലാം നമ്മുടെ കേരളത്തിൽ മൊത്തം ഉണ്ട്. അവരുടെയൊക്കെ എക്സ്പീരിയൻസ് ഇതിലേക്ക് ചേർക്കാൻ, അറിയുന്നവർ കൂടുതൽ ആഡ് ചെയ്ത് തരണം. ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഓരോ പോയിന്റ് കിട്ടാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എനിക്ക് അറിയുന്ന കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്യുകയാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഈ ടോപ്പിക്കിനെ, ഞാൻ ഈ പ്രസന്റ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിനെ 3 ആയിട്ടാണ് ഞാൻ ഡിവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു സ്വാബ് എടുക്കുന്നതിന് മുമ്പ് ആ ഫോമുകൾ, നമുക്ക് സാധാരണയായിട്ട് നമ്മുടെ കയ്യിലുള്ള ഫോമുകൾ ഏതൊക്കെയാണ്, അത് ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, അതാണ് ഒന്നാമത്തെ സെഷനിൽ പറയുന്നത്. അടുത്ത സെക്ഷനായിട്ട് ഞാൻ വെച്ചിട്ടുള്ള സ്വാബ് എടുക്കുന്ന ആ മെത്തേഡ്, ആ പ്രൊസീജിയർ എങ്ങനെയാണ്. മൂന്നാമതായിട്ട് എടുത്ത സ്വാബിനെ പാക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ട്രിപ്പിൾ ലെയർ പാക്കിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇങ്ങനെ 3 രീതിയിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മുടെ ജൂൺ 3 ഇറങ്ങിയ റിവൈസ്ഡ് ഗൈഡ് ലൈൻ, കേരള ഗവൺമെന്റ് ഇറക്കിയ ഗൈഡ് ലൈൻ അനുസരിച്ച് 15 കാറ്റഗറിയിൽ വരുന്ന ആളുകളെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പറയുന്നത്. 15ഓളം കാറ്റഗറി. അതിന്റെ ഗൈഡ് നമുക്ക് എല്ലാവർക്കും ലഭ്യമാണ്. നമുക്ക് വാട്സാപ്പിലൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ആർക്കൊക്കെ RT-PCR ചെയ്യണം, ഏതൊക്കെ പേഷ്യൻസിനാണ് പൂൾഡ് RT-PCR, ആർക്കാണ് ട്രൂനാറ്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള 15 ആയിട്ട്. അതിൽ പ്രത്യേകം പറയുന്നു, ഒരു ഇന്റർനാഷണൽ ട്രാവലർ ഹു ഈസ് എ സിംപ്റ്റമാറ്റിക്, അങ്ങനെ ആളാണെങ്കിൽ ഒരു RT-PCR നിർബന്ധമാണ്. അതുപോലെ തന്നെ പ്രൈമറി കോണ്ടാക്ട് അല്ലെങ്കിൽ സെക്കൻഡറി കോണ്ടാക്ട് ഒരു സിംപ്റ്റമാറ്റിക് ആണെങ്കിൽ RT-PCR ആണ്. എന്നാൽ ഒരു പ്രൈമറി കോണ്ടാക്ട് പക്ഷേ അസിംപ്റ്റമാറ്റിക് ആണെങ്കിൽ പൂൾഡ് RT-PCR. ഇങ്ങനെ പല കാറ്റഗറി ആയിട്ട് സാരി പേഷ്യൻസ് ഉണ്ട്, ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനെസ് ഉള്ള പല കാറ്റഗറി. അവർ ഗസ്റ്റ് വർക്കേഴ്സ് ആവട്ടെ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നോൺ കോവിഡ് സിംപ്റ്റം ആയിട്ട് അഡ്മിറ്റ് ചെയ്ത പേഷ്യൻസ് ആയിരിക്കും. ലേറ്റർ ഓൺ ദേ ഡെവലപ്സ് ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനെസ്. അങ്ങനെ പലതരം കാറ്റഗറി, 15 കാറ്റഗറി. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാറ്റഗറി, പ്രത്യേകിച്ച് 11ാമത്തെ കാറ്റഗറിയിൽ പറയുന്നത് അവർക്ക് RT-PCR പകരം റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് പോളിമറേസ് ചെയിൻ റിയാക്ഷൻ എന്ന ടെസ്റ്റിന് പകരം ട്രൂനാറ്റ് ആണ് ചെയ്യാൻ പറയുന്നത്. അതിന് പ്രത്യേകമായിട്ട് വരുന്ന ആന്റിനാറ്റൽ ആണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പേഷ്യന്റ് ആണ്. ഒരു കോവിഡ് സസ്പെക്ട്, ഒരു ഇന്റർനാഷണൽ ട്രാവലർ ആയിരിക്കാം, ഇന്റർ സ്റ്റേറ്റ് ട്രാവലർ ആയിട്ടുള്ള ഒരു കോവിഡ് സസ്പെക്ട് ആന്റിനാറ്റൽ ദേ ഡെവലപ്പ് സിംറ്റംസ്, കോവിഡ് സിംറ്റംസ് ഡെവലപ്പ് ചെയ്താൽ പെട്ടെന്ന് ചെയ്യേണ്ട ടെസ്റ്റ് ട്രൂനാറ്റ് ആണ്. ട്രൂനാറ്റ് എന്താണെന്ന് നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ഇന്റർനാഷണൽ ട്രാവൽ കഴിഞ്ഞ അല്ലെങ്കിൽ ഔട്ട്സൈഡ് സ്റ്റേറ്റ് ട്രാവൽ ചെയ്ത ഒരു ആന്റിനേറ്റൽ ലേഡി ഉണ്ടെങ്കിൽ ട്രൂനാറ്റ് ആണ് ചെയ്യേണ്ടത്. അവരെ RT-PCR ചെയ്ത റിസൾട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ചെയ്യേണ്ടത് ട്രൂനാറ്റ് ആയിരിക്കും. എമർജൻസി സർജറി ചെയ്യേണ്ടി വരുന്ന കോവിഡ് സസ്പെക്ട്സ്, എല്ലാ എമർജൻസി സർജറിക്കും അല്ല, ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഈ സ്ലൈഡിൽ ഈ ടോപ്പിക്കിൽ വന്നിട്ടുണ്ട് നമ്മുടെ ഇടയിൽ. എല്ലാ എമർജൻസി സർജറിക്കും അല്ലാതെ കോവിഡ് സസ്പെക്ട് പേഷ്യൻസിന് എമർജൻസി സർജറി ചെയ്യേണ്ടി വരികയാണെങ്കിൽ ട്രൂനാറ്റ് ചെയ്തേ പറ്റും. അതുപോലെ തന്നെയാണ് പോസ്റ്റ്മോർട്ടം, നമ്മുടെ ഓട്ടോപ്സി എക്സാമിനേഷൻ. ഇപ്പോൾ ഏത് കോവിഡ് സസ്പെക്ടിന്റെ ഓട്ടോപ്സിക്കാണ് പറയുന്നതെങ്കിൽ പോലും ഇപ്പൊ കേരളത്തിൽ പോലീസുകാരെടുത്ത തീരുമാനം അനുസരിച്ച് ഏത് ഓട്ടോപ്സി ചെയ്യണമെങ്കിൽ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഏത് ഓട്ടോപ്സിക്കും ഇൻക്വസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ട്രൂനാറ്റ് റിസൾട്ട് കിട്ടിയാലേ അവർ ചെയ്യുന്നുള്ളൂ.
പിന്നെ സാരി പേഷ്യൻസിന്, സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി ഇൽനെസ് ഉള്ള പേഷ്യന്റ് അവർക്ക് ഒരു ചെയ്യേണ്ടത് ട്രൂനാറ്റ് ആണ്. കാരണം അവരുടെ ട്രീറ്റ്മെന്റിൽ മാറ്റം വരുത്താൻ ചിലപ്പോൾ ട്രൂന് പെട്ടെന്ന് റിസൾട്ട് വേണമെന്നുള്ള അവസ്ഥ വരും. ഇങ്ങനെ 15 കാറ്റഗറി ആളുകൾക്കാണ്. അതിൽ 14 പേർക്കും RT-PCR-ഉം, ഒരു ഗ്രൂപ്പ് ആളുകൾക്ക് ട്രൂനാറ്റ് ചെയ്യേണ്ട ഒരു ഗ്രൂപ്പ് ഞാൻ പറഞ്ഞു, അവർക്ക് ട്രൂനാറ്റ് ടെസ്റ്റുമാണ് ചെയ്യേണ്ടത്. ഇതിനെല്ലാം വേണ്ടത് സ്പെസിമെൻ എന്ന് പറയുന്നത്, നമുക്ക് പല രീതിയിൽ സ്പെസിമെൻ ഉണ്ട്. നമുക്ക് ഈ കോവിഡ് ടെസ്റ്റ് ചെയ്യാനുള്ള, പ്രത്യേകിച്ച് RT-PCR ആണെങ്കിലും ട്രൂനാറ്റ് ആണെങ്കിലും ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി അനൗൺസ് ചെയ്ത ആന്റിജൻ ടെസ്റ്റിംഗ് ആണെങ്കിലും ആന്റിബോഡി ടെസ്റ്റ് ഒഴികെ ബാക്കി എല്ലാ ടെസ്റ്റിനും നമുക്ക് വേണ്ട സ്പെസിമെൻ എന്ന് പറയുന്നത് ഒന്നുകിൽ അത് ബ്രോങ്കോ ആൽവിയോളർ ലാവേജ് ആയിരിക്കാം. പക്ഷെ ബ്രോങ്കോ ആൽവിയോളർ ലാവേജിന് ഏറ്റവും സ്പെസിഫിസിറ്റി ഉണ്ടെങ്കിൽ പോലും, മീൻസ് സെൻസിറ്റിവിറ്റി കൂടുതൽ ഉണ്ടെങ്കിൽ പോലും അത് കിട്ടുന്നത് ഒരു ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള ICUവിൽ കിടക്കുന്ന പേഷ്യൻസിന്റെ കാര്യമാണ്, എൻഡോട്രക്കിൽ ട്യൂബ് ഇട്ട് കിടക്കുന്ന പേഷ്യൻസ്. നമ്മുടെ ഇതില് പിന്നെ ഉള്ളത് സ്പ്യൂട്ടമാണ്. പക്ഷെ സ്പ്യൂട്ടം എടുക്കുക, ഒരു പേഷ്യന്റിനെ എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഒന്നാമത് അതിന്റെ സ്പ്രെഡ് കൂടാനാണ് സാധ്യത. സ്പ്യൂട്ടം എല്ലാ പേഷ്യൻസിനും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് വരുന്ന നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്പെസിമെൻ എന്ന് പറയുന്നത് നേസോഫാരിഞ്ചൽ സ്വാബ് ആണ്, ഓറോഫാരിഞ്ചൽ സ്വാബ് ആണ്. അതായത് നമ്മുടെ പ്രൈമറി ഡിഫൻസ് മെക്കാനിസം ഉള്ള അഡിനോയിഡും ടോൺസിലും ഉള്ള ഏരിയയിൽ നിന്നാണ് നമുക്ക് സ്വാബ് എടുക്കേണ്ടത്. ആ സ്വാബുകൾക്കാണ് പിന്നീട് ഏറ്റവും കൂടുതൽ സെൻസിറ്റിവിറ്റി. അതിൽ തന്നെ ശ്രദ്ധിക്കണം, നേസോഫാരിഞ്ചൽ സ്വാബിനാണ് മാക്സിമം ഈ അവൈലബിൾ ലിസ്റ്റിലുള്ള ഏറ്റവും മാക്സിമം സെൻസിറ്റിവിറ്റി ഉള്ളത്. അതായത് നേസോഫാരിഞ്ചൽ സ്വാബ് എടുത്താൽ 63% അത് പോസിറ്റിവിറ്റി കാണിക്കാനുള്ള പേഷ്യന്റ് ഉണ്ടെങ്കിൽ പോസിറ്റിവിറ്റി കാണിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ സെൻസിറ്റിവിറ്റി ഏറ്റവും കൂടുതൽ നേസോഫാരിഞ്ചലാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രത്യേകിച്ചും ആന്റിജൻ ടെസ്റ്റിംഗ്, പുതുതായി വന്നിട്ടുള്ള പ്രോട്ടീൻ, കൊറോണ വൈറസിന്റെ പ്രോട്ടീൻ ഡിറ്റക്ട് ചെയ്യാനുള്ള ആന്റിജൻ ടെസ്റ്റിംഗിലും അവർ റെക്കമെൻഡ് ചെയ്യുന്ന ഏക സ്വാബ് നേസോഫാരിഞ്ചൽ സ്വാബാണ്. അവിടെ ത്രോട്ട് സ്വാബ് അല്ലെങ്കിൽ ഓറോഫാരിഞ്ചൽ സ്വാബ് പറയുന്നേ ഇല്ല. അതായത് നെയ്സോഫാരിഞ്ചൽ സ്വാബിലാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. നെയ്സോഫാരിഞ്ചൽ സ്വാബ് എടുക്കുന്നതാണ് കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള ടെക്നിക്ക്. ആ സ്വാബ് എടുക്കുന്ന മെത്തേഡിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് നമ്മളിപ്പോൾ റുട്ടീനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഫോമുകൾ, ആ ഫോമിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുകയാണ്. അതിൽ ഏറ്റവും ആദ്യത്തേത് നമ്മുടെ റുട്ടീൻ സ്പെസിമെൻ റെഫറൽ ഫോമാണ്. ഒരു പേഷ്യന്റിന്റെ സ്വാബ് എടുത്തു കഴിഞ്ഞാൽ അത് ലാബിലേക്ക് അയക്കുന്നത് സ്പെസിമെൻ റെഫറൽ ഫോമിലാണ്. ഇപ്പൊ നമ്മുടെ സ്ക്രീനിലുള്ളതാണ് സ്പെസിമെൻ റെഫറൽ ഫോം. ഇതിപ്പോ RT-PCR ആപ്പ് വഴിയും ഉണ്ട്, അല്ലാതെ നമുക്ക് ഹാർഡ് കോപ്പി ആയിട്ട് നമ്മൾ കൈകൊണ്ട് എഴുതുന്ന സ്പെസിമെൻ റെഫറൽ ഫോമും ഉണ്ട്. ഈ ഫോം ഫില്ല് ചെയ്യുമ്പോൾ സ്പെസിമെൻ റെഫറൽ ഫോം ആകട്ടെ, സർവൈലൻസ് സാമ്പിൾ ഫോം ആകട്ടെ, ട്രൂനാറ്റിന്റെ ഫോം ആകട്ടെ, RT-PCR ആപ്പ് ആവട്ടെ, ഇത് നമ്മൾ ഫിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലെജിബിൾ ആയി ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ ഫില്ല് ചെയ്യണം. അത് നിർബന്ധമുള്ള കാര്യമാണ്. കാരണം ഇവിടെ നമ്മുടെ ഓരോ ലെറ്റേഴ്സിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു അക്ഷരം മാറിപ്പോയാൽ, പേരിൽ ഒരു സ്പെല്ലിംഗ് മാറിപ്പോയാൽ അത് മൈക്രോബയോളജി ലാബിൽ നിന്ന് റിസൾട്ട് പുറത്തു വരുന്നതിനെ ബാധിക്കും. റിസൾട്ട് പെൻഡിങ് ആയി പോകും. അതുപോലെ പല ആളുകളുടെയും സ്വാബ് 10-14 ദിവസം വൈകുന്നതിനുള്ള പല കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ എഴുതി വിടുമ്പോൾ അതിൽ നമ്മുടെ പേര് മനസ്സിലാവാത്തതോ അക്ഷരങ്ങൾ മനസ്സിലാവാത്തതോ അഡ്രസ് മനസ്സിലാവാത്തതോ ആണ്. അതുകൊണ്ട് തന്നെ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ നിർബന്ധമാണ്. ഓരോന്നും ലെജിബിളായി എഴുതണം. വളരെ പെട്ടെന്ന് ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഫോമാണ്. കുറെ എഴുതി ഉണ്ടാക്കാനില്ല. അതിൽ കോളമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ 2 സെക്ഷനായിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത്, സെക്ഷൻ A, സെക്ഷൻ B. സെക്ഷൻ Aയിൽ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് ആണ്. പേരുണ്ട്, അഡ്രസ് ഉണ്ട്, മൊബൈൽ നമ്പർ ഉണ്ട്. മൊബൈൽ നമ്പർ നിർബന്ധമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആ സ്പെസിമെൻ എന്ത് സ്പെസിമെൻ ആണ് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. TS/NPS എന്നുണ്ട്. TS എന്ന് വെച്ചാൽ ത്രോട്ട് സ്വാബ്, NPS നേസോഫാരിഞ്ചൽ സ്വാബ്, NS നേസൽ സ്വാബ്. ഇതാണ് നമ്മൾ മെയിനായിട്ട് ടിക്ക് ചെയ്യേണ്ടത്. ബാക്കിയെല്ലാം നമുക്ക് ടിക്ക് ചെയ്യേണ്ട കാര്യങ്ങളേ ഉള്ളൂ. കളക്ഷൻ ഡേറ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പേഷ്യന്റ് ഒരു കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്വാബ് എടുക്കുന്ന പേഷ്യന്റ് ഏത് കാറ്റഗറിയാണ്? അദ്ദേഹം ഒരു സിംറ്റമാറ്റിക് ട്രാവലർ ആണോ, അദ്ദേഹം ഒരു സിംറ്റമാറ്റിക് കോണ്ടാക്ട് ആണോ, അതോ അദ്ദേഹം ഒരു ലാബ് കൺഫേംഡ് കേസിന്റെ സെക്കൻഡറി കോണ്ടാക്ട് ആണോ? ഇങ്ങനെ പല തരത്തിൽ ഹെൽത്ത് വർക്കർ ആണോ, ഏത് കാറ്റഗറിയിൽ ആ പേഷ്യന്റ് പെടുന്നു എന്നത് കൃത്യമായിട്ട് ആ കോളത്തിൽ ടിക്ക് ചെയ്യണം. ഇതൊന്നുമല്ലാത്തൊരു പേഷ്യന്റ് ആണെങ്കിൽ അതേഴ്സ് എന്ന കോളത്തിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട്. അതുകൊണ്ട് ആ A4 എന്ന സെക്ഷൻ പേഷ്യന്റിനെ കുറിച്ച് ഏത് കാറ്റഗറി നിർബന്ധമായും ഫില്ല് ചെയ്തിരിക്കണം. പിന്നീട് വരുന്നത് അടുത്ത ഭാഗം സെക്ഷൻ Bയിലെ പേഷ്യന്റ് മെഡിക്കൽ ഹിസ്റ്ററിയാണ്. എന്തെങ്കിലും എക്സ്പോഷർ വന്നിട്ടുണ്ടോ, കോവിഡ് സസ്പെക്ടിന് കോവിഡ് കൺഫേംഡ് കേസിന്റെ എക്സ്പോഷർ ഉണ്ടോ, അദ്ദേഹം ഹോം ക്വാറന്റൈനിലാണോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലാണോ, ഇതെല്ലാം വായിച്ചു നോക്കി ടിക്ക് ചെയ്യേണ്ട കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ ഇതിലൊന്ന് പോലും നമ്മൾ ലാഘവത്തോടെ എടുക്കരുത്. കൃത്യമായിട്ട് ഫില്ല് ചെയ്യണം. അയാളുടെ ക്ലിനിക്കൽ സിംറ്റംസ്, ഏതൊക്കെ സിംറ്റംസ് ആണ് നമ്മൾ നോക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ സിംറ്റംസ് ഉണ്ടെങ്കിൽ അത് എന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പ്രത്യേകം എഴുതണം. പേഷ്യന്റിനോട് ചോദിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. അതുപോലെ കോമോർബിഡിറ്റീസ്, പ്രീ എക്സിസ്റ്റിംഗ് മെഡിക്കൽ കണ്ടീഷൻസ് ആണ് അടുത്ത കോളം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവിടെ മാർക്ക് ചെയ്ത് വെക്കണം.
പിന്നീടുള്ളത് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്രസ് ആണ്, അയക്കുന്ന ഡോക്ടറുടെ പേരും മൊബൈൽ നമ്പറും ഒരു സിഗ്നേച്ചറും. അപ്പൊ ഇത് വളരെ വളരെ പെട്ടെന്ന് ഫില്ല് ചെയ്യാൻ പറ്റുന്ന, സിമ്പിൾ ആയിട്ട് ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമാണ് ICMR സ്പെസിമെൻ റെഫറൽ ഫോം. അത് കൃത്യമായിട്ട് ധൃതി പിടിക്കരുത്. OP-യിൽ തിരക്കുള്ള സമയത്ത് നമ്മൾ എഴുതുന്ന പോലെ ഒന്നും ഇവിടെ പോകരുത്. കൃത്യമായി എഴുതണം, ഇല്ലെങ്കിൽ പേഷ്യന്റിന്റെ റിസൾട്ടിനെ അത് ബാധിക്കും. അടുത്തത് വരുന്നത് RT-PCR ആപ്പാണ്. ഇതേ സംഭവം RT-PCR ആപ്പിലുണ്ട്. വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ RT-PCR ആപ്പ് വന്നതോടുകൂടി എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലെയും ഓതറൈസ് ചെയ്ത ഒരാളുടെ പേരിൽ RT-PCR ആപ്പ് ലോഗിൻ ചെയ്യാൻ പറ്റും. പലപ്പോഴും DSO അല്ലെങ്കിൽ DMO ആ ഇൻസ്റ്റിറ്റ്യൂഷനിലെ CHC ആവട്ടെ, താലൂക്ക് ഹോസ്പിറ്റൽ ആവട്ടെ, ഒന്നുകിൽ സൂപ്രണ്ടിനെ അല്ലെങ്കിൽ ചാർജ് മെഡിക്കൽ ഓഫീസറെയാണ് അത് ഓതറൈസ് ചെയ്യാം. ഓതറൈസ് ചെയ്ത ആൾക്ക് ഒരു OTP നമ്പർ കിട്ടും, അത് വെച്ച് ലോഗിൻ ചെയ്യാം. അതിനുശേഷം ആ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ബാക്കി എല്ലാ ഡോക്ടേഴ്സിനും RT-PCR ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഓതറൈസ് ചെയ്ത ആൾക്ക് കിട്ടുന്ന OT നമ്പർ വെച്ച് ലോഗിൻ ചെയ്യാം. അല്ലാതെ എല്ലാവർക്കും സ്വന്തമായിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റില്ല. ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരാൾക്കേ OTP നമ്പർ കിട്ടും, അത് ആരാണെന്ന് DSO തീരുമാനിക്കും. ആ OTP നമ്പർ വെച്ച് ഇൻസ്റ്റിറ്റ്യൂഷനിലെ ബാക്കി എല്ലാ സ്റ്റാഫിനും എല്ലാ ഡോക്ടേഴ്സിനും ലോഗിൻ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വളരെ എളുപ്പമാണ് പേഷ്യന്റ് ഡീറ്റെയിൽസ് ഇതിൽ എൻ്റർ ചെയ്യാൻ. എല്ലാം ഓരോ നമ്മൾ ഫോമിൽ കാണിച്ച അതേ ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ കൊടുക്കേണ്ടി വരും, അഡ്രസ്സ് കൊടുക്കണം. അത് കഴിഞ്ഞാൽ പേഷ്യന്റ് ഏത് കാറ്റഗറിയാണ്, ഗൾഫ് റിട്ടേണി ആണോ, ചൈന റിട്ടേണി ആണോ, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ആണോ, ഇന്റർസ്റ്റേറ്റ് ആണോ, അതേ കാര്യങ്ങൾ, വേറെ ഒന്നും അവിടെ ചോദിക്കുന്നില്ല. അത് കഴിഞ്ഞാൽ RT-PCR ആപ്പ് നമുക്ക് ആ സംഭവം സബ്മിറ്റ് ചെയ്യുന്നതോട് കൂടി മാത്രമേ ഇതിന്റെ പ്രിന്റ് എടുക്കാൻ പറ്റുള്ളൂ. ഇതിന്റെ പ്രിന്റ് എടുത്തു കഴിഞ്ഞാൽ 2 പ്രിന്റ് എടുത്തിട്ട് ഒരു പ്രിന്റ് DMOയിലേക്കും ഒരു പ്രിന്റ് ലാബിലേക്കും ആയിട്ടാണ് നമ്മൾ കൊടുത്തു വിടുക. ഒരു കോപ്പി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ സേവ് ചെയ്യും. സോ RT-PCR ആപ്പും അതുപോലെ തന്നെയുള്ള നമ്മുടെ സ്പെസിമെൻ റെഫറൽ ഫോമും ഒന്ന് തന്നെയാണ്, സിമ്പിൾ ഫോമാണ്. പിന്നീട് വരുന്ന ഒരു ഫോം നമുക്ക് ഫിൽ ചെയ്യാനുള്ള സെന്റിനൽ സർവൈലൻസ് ആണ്. നമ്മുടെ നാട്ടിൽ കമ്മ്യൂണിറ്റി സ്പ്രെഡ് ഉണ്ടായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയുള്ള ജനറൽ പബ്ലിക്കിന്റെ ഇടയിലുള്ള സർവേ നടത്താനുള്ള സെന്റിനൽ സർവൈലൻസ് ഫോം. ഈ ഫോം ഫിൽ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിന് മുമ്പത്തെ സ്പെസിമെൻ റെഫറൽ ഫോമിനേക്കാൾ ഒരു പോയിന്റ് ഉള്ളത് സാമ്പിൾ ID നമ്പറാണ് ഫസ്റ്റ് ചോദിക്കുന്നത്. ഈ ID നമ്പർ നമുക്ക് DSO പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യാറ്. പാലക്കാട് ജില്ലയിലൊക്കെ അങ്ങനെയാണ്, ഇവിടെ ഇടുക്കിയിൽ അങ്ങനെ തന്നെയായിരിക്കും. DSO അത് പ്രൊവൈഡ് ചെയ്യാൻ DMO നിങ്ങൾക്ക് കിട്ടും. ആ ID നമ്പറിൽ ഫസ്റ്റ് ഡിസ്ട്രിക്റ്റിന്റെ കോഡ് ആയിരിക്കും, അത് കഴിഞ്ഞാൽ ഡേറ്റ് ആണ്, അത് കഴിഞ്ഞാൽ നിങ്ങളുടെ സാമ്പിൾ നമ്പർ. ഇത് കൃത്യമായിട്ട് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ID, എനിക്ക് അറിയാം, ഇടുക്കിയുടെ കോഡ് എനിക്ക് അറിയില്ല, ക്ഷമിക്കണം. പാലക്കാട് ഞങ്ങൾ PKD എന്ന് എഴുതാം, PKD. അത് കഴിഞ്ഞാൽ അടുത്ത കോളത്തിൽ സാമ്പിൾ നമ്പറിന്റെ അടുത്ത കോളത്തിൽ എഴുതാനുള്ളത് ഡേറ്റ് ആണ്. ഇന്നാണെങ്കിൽ 10/7/2020. അടുത്ത കോളത്തിൽ അവരുടെ സീരിയൽ നമ്പറാണ്. ആ സാമ്പിൾ നമ്പർ DSO തരും. സാമ്പിൾ നമ്പർ ഇന്ന മുതൽ ഇന്ന, ഇപ്പൊ 115 മുതൽ 130 വരെ അങ്ങനെ DSO തരും. അപ്പൊ ആ സാമ്പിൾ ID നമ്പർ സർവൈലൻസിന് കൃത്യമായി കൊടുത്തിരിക്കണം. പക്ഷെ അതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ബാക്കി എല്ലാ കോളവും പേരും അഡ്രസ്സുമാണ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കോളം, സർവൈലൻസ് ഫോം ഫില്ല് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ സർവൈലൻസിന് എടുക്കുന്ന പേഷ്യന്റ് അല്ലെങ്കിൽ വ്യക്തി ഏത് ഗ്രൂപ്പിൽ പെടുന്നു, ഏത് സബ് ഗ്രൂപ്പിൽ പെടുന്നു, കൃത്യമായി മാർക്ക് ചെയ്തിരിക്കണം. അതിൽ 7 ഗ്രൂപ്പ് ഉണ്ട് സർവൈലൻസിന്. അതിലൊന്ന് ജനറൽ പോപ്പുലേഷനുള്ള ഒരാള് വിത്ത് അക്യൂട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, അത് ഗ്രൂപ്പ് 1 ആണ്. ഗ്രൂപ്പ് 2 ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആണ്. പക്ഷേ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഇൻ എ നോൺ കോവിഡ് സെറ്റിംഗ്, കോവിഡുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റി നടക്കാത്ത ഒരു ഹോസ്പിറ്റലിലെ ഒരു സ്ഥലത്തുള്ള ഹെൽത്ത് കെയർ വർക്കർ. അതിൽ കാറ്റഗറി A ഉണ്ട്, സബ് ഗ്രൂപ്പ് A ഉണ്ട്, സബ് ഗ്രൂപ്പ് B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്. അത് വായിച്ചാൽ മനസ്സിലാവും. മൂന്നാമത്തെ വരുന്നത് ഹൈ സോഷ്യൽ എക്സ്പോഷർ ഉള്ള ഗ്രൂപ്പാണ്. ഫുഡ് ഡെലിവറി, പാഴ്സൽ കൊണ്ടുവരുന്ന ആളുകള്, കമ്മ്യൂണിറ്റി വോളണ്ടിയേഴ്സ്, പിന്നെ പ്രൊവിഷണൽ ഷോപ്പ് വെൻഡേഴ്സ്, റേഷൻ ഷോപ്പ് വെൻഡേഴ്സ്, അതുപോലെ പോലീസ്, മീഡിയ, ഇതെല്ലാം സബ് ഗ്രൂപ്പുകളാണ്. ഗ്രൂപ്പ് 3യുടെ സബ് ഗ്രൂപ്പ്, നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന പേഷ്യന്റ് ഗ്രൂപ്പ് 3 ആണെങ്കിൽ ഏത് സബ് ഗ്രൂപ്പ് ആണ് എന്ന് വ്യക്തമായി മാർക്ക് ചെയ്യണം. 4ാമത്തെ ഗ്രൂപ്പ് കേരളത്തിലുള്ള ആളുകൾ തന്നെയാണ്, പക്ഷെ ഇന്റർസ്റ്റേറ്റ് ട്രക്ക് ഡ്രൈവേഴ്സുമായിട്ട് കോൺടാക്ട് ഉള്ളവരാണ്. അതായത് ഇന്റർസ്റ്റേറ്റ് ട്രക്ക് നിർത്തിയെടുത്ത് അവിടെ ചായ കൊടുക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അവരുടെ സാധനങ്ങൾ ഇറക്കി വെക്കുന്ന മാർക്കറ്റിലുള്ളവർ, ഹെഡ് ലോഡ് വർക്കേഴ്സ്, ഇങ്ങനെ കുറെ സബ് ഗ്രൂപ്പുകൾ. പിന്നെ ഒരു ഗ്രൂപ്പ് വരുന്നത് ഗസ്റ്റ് വർക്കേഴ്സ് ആണ്. മറ്റൊന്ന് എപ്പിഡമോളജിക്കൽ സാമ്പിൾ, അത് എപ്പിഡമോളജിക്കൽ സ്റ്റഡി നടത്തുന്നവർ പറയും ഇന്ന സാമ്പിളിന് വേണ്ടി ആളെ അയക്കുന്നുണ്ട്, അപ്പൊ അത് 6th ഗ്രൂപ്പ്. അടുത്തത് വരുന്ന എക്സ്പാട്രിയേറ്റ്സ് ആണെന്ന് വെച്ചാൽ പുറത്തുനിന്ന് യാത്ര ചെയ്ത് വന്നവര്, അവർക്ക് 3 ഗ്രൂപ്പ് ഉണ്ട്. സോ ഇതിൽ പറഞ്ഞു വരുന്നത്, നമ്മൾ ഒരു സെന്റിനൽ സർവൈലൻസിന് അയക്കുമ്പോൾ പേഷ്യന്റ് പേരിനും അഡ്രസ്സിനും പുറമെ ആ സാമ്പിൾ ID നമ്പർ വ്യക്തമായി എഴുതിയിരിക്കണം. അവർ ഏത് ഗ്രൂപ്പിലാണ്, ഏത് സബ് ഗ്രൂപ്പിലാണ്, അത് വെറുതെ ടിക്ക് ചെയ്ത് കറക്റ്റ് ആയിട്ട് ടിക്ക് ചെയ്തിരിക്കണം. കാരണം ഇതിന്റെ ഉപയോഗം വരുന്നത് മൈക്രോബയോളജി ലാബിലാണ്, അത് മറക്കരുത്. അതുകൊണ്ട് ഇതൊന്നും സില്ലിയാക്കി വെക്കാനുള്ളതല്ല, നമ്മൾ ഒരു നിമിഷ നേരത്തേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഇത് ഫില്ല് ചെയ്യണം. അടുത്ത സാമ്പിൾ വരുന്നത് ട്രൂനാറ്റിനാണ്. ട്രൂനാറ്റ് ഫോമിനും ഇതേപോലെയാണ്. ട്രൂനാറ്റ് നമ്മൾ എടുക്കുന്ന ഗ്രൂപ്പുകൾ നമ്മൾ പറഞ്ഞു, പ്രഗ്നന്റ് മദേഴ്സ്,
അവർക്ക് കോവിഡ് സസ്പെക്ട് ആയുള്ള പ്രഗ്നന്റ് മദർ വിത്ത് സിംറ്റം വന്നാൽ ട്രൂനാറ്റ് ചെയ്യണം. ഈ ട്രൂനാറ്റിന്റെ വ്യത്യാസം, ട്രൂനാറ്റിൽ നമ്മൾ ചെയ്യുന്ന ഒരു ഈ ജീനാണ്, അതായത് ന്യൂക്ലിക് ആസിഡ് അല്ല ടെസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ ബാക്കി എല്ലാ സാധനങ്ങളും ഒറ്റ സെക്കൻഡാണ്. ഇതൊരു വൈറൽ ട്രാൻസ്പോർട്ട് മീഡിയമാണ് നമ്മൾ കണ്ടു. വൈറൽ ട്രാൻസ്പോർട്ട് മീഡിയത്തിൽ സ്വാബ് ഇട്ടിട്ടാണ് നമ്മൾ എല്ലാ സ്പെസിമിനും അയക്കുക. എന്നാൽ ട്രൂനാറ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ വൈറൽ ലൈസിസ് മീഡിയം, പ്രത്യേക മീഡിയം ഉണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ, അത് ലഭ്യമായിരിക്കും. അത് വൈറൽ ലൈസിസ് മീഡിയമാണ്. രണ്ടിന്റെയും വ്യത്യാസം, വൈറൽ ലൈസിസ് മീഡിയത്തിലേക്ക് സ്വാബ് മാറ്റി കഴിഞ്ഞാൽ, ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന വൈറൽ ട്രാൻസ്പോർട്ട് മീഡിയമാണ്, VTM ആണ്. നേരെ മറിച്ച് ട്രൂനാറ്റ് അയക്കാനുള്ള വൈറൽ ലൈസിസ് മീഡിയത്തിലേക്ക് നമ്മുടെ സ്വാബ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ആ വൈറസ് ഇനാക്ടിവേറ്റഡ് ആവുകയാണ്, വൈറസ് ഇനാക്ടിവേറ്റഡ് ആവും. അതുകൊണ്ട് തന്നെ ഈ വൈറസ് പിന്നെ കണ്ടേജിയസ് അല്ല എന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു സ്പെസിമെൻ നമ്മുടെ മൈക്രോബയോളജി ലാബിൽ ഹാൻഡിൽ ചെയ്യാൻ പെട്ടെന്ന് സാധിക്കും. ഇതിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഈ ജീനാണ്, അത് പെട്ടെന്ന് അവർക്ക് അതിന്റെ പ്രസൻസ് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ട്രൂനാറ്റ് റിസൾട്ട് 1 മണിക്കൂറിനുള്ളിൽ കിട്ടും. ട്രൂനാറ്റ് റിസൾട്ട് 1 മണിക്കൂർ. അങ്ങനത്തെ 1 മണിക്കൂറിൽ റിസൾട്ട് വേണ്ട ടെസ്റ്റുകൾ അതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അതിലുള്ളതാണ് കോവിഡ് സസ്പെക്ട് ആയുള്ള പ്രഗ്നന്റ് മദർസ് പെട്ടെന്ന് ആക്ഷൻ ചെയ്യേണ്ടി വരും. ഒരു എമർജൻസി സർജറി കോവിഡ് സസ്പെക്ടിന് വേണമെങ്കിൽ നമ്മൾ RT-PCR അല്ല, ട്രൂനാറ്റ് ആണ് ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞു, ഒരു ഓട്ടോപ്സി ചെയ്യുന്നതിന് മുമ്പ് 2-3 ദിവസം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ട്രൂനാറ്റ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനത്തെ പേഷ്യന്റിനും സാമ്പിൾ ID ഉണ്ട്. നമ്മൾ അത് സർവൈലൻസ് സാമ്പിളിന് പറഞ്ഞ പോലെ ട്രൂനാറ്റിനും ഒരു ID ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷന്റെ കോഡായിരിക്കും ആദ്യം വരിക, പിന്നീട് ഡേറ്റ്, പിന്നീട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അയക്കുന്ന കോഡ് നമ്പർ വെക്കണം. നമ്മൾ കൊടുക്കുന്ന നമ്പർ 1, 2, 3 എന്ന് പോവാം. അത് കഴിഞ്ഞ ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പൊ ഇവർ ഏത് ഗ്രൂപ്പിൽ വരുന്നു എന്നത് ഞാൻ ഈ ഒരു ഫോം ഫില്ലിങ്ങിന് ഞാൻ സ്ട്രെസ് കൊടുക്കുന്ന, അല്ലെങ്കിൽ മൈക്രോബയോളജിയിൽ നമ്മുടെ സഹപ്രവർത്തകർ പറഞ്ഞിട്ടുള്ളത് ഈ കാര്യം മെൻഷൻ ചെയ്യാനാണ്. ഫോം ഫില്ലിംഗ് സീരിയസ് ആയി എടുക്കണം, ഓരോ കോളവും വ്യക്തമായി ഫില്ല് ചെയ്യണം, ഇല്ലെങ്കിൽ അത് റിസൾട്ടിനെയാണ് പെൻഡിങ് റിസൾട്ടായി മാറും. സോ ഫോം ഫില്ലിംഗ് ഇതോടുകൂടി ഞാൻ നിർത്തുകയാണ്. അടുത്ത സെക്ഷനിലേക്ക് പോകുന്നത് നമ്മുടെ സ്വാബാണ്. ഞാൻ പറഞ്ഞു, നേസോഫാരിഞ്ചൽ സ്വാബാണ് കൂടുതലായിട്ട് എടുക്കാൻ നല്ലത്. ഓറോഫാരിഞ്ചൽ സ്വാബ് പറ്റും. എടുക്കുന്ന സ്വാബ് സ്റ്റിക്കിന്റെ ഒരു ചിത്രമാണ് മുമ്പിലുള്ളത്. പക്ഷെ നമുക്കിപ്പോ ഇത്രയും കാലത്തിനുള്ളിൽ പല ടൈപ്പ് സ്വാബ് സ്റ്റിക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ഒരു സ്റ്റെറിൽ, ഒരു തിൻ ആയിട്ടുള്ള സ്വാബ് സ്റ്റിക്കാണ്. ഇതിൽ സ്വാബ് എടുക്കാൻ എളുപ്പമാണ്. നേരെ മറിച്ച് ഇതിനേക്കാൾ എത്രയോ 10 മടങ്ങ് വലിപ്പമുള്ള തടിച്ച സ്വാബ് സ്റ്റിക്കുകൾ ഇഷ്ടംപോലെ നമുക്ക് KMCL കിട്ടുന്നുണ്ട്. ചിലത് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഈ മുമ്പിലുള്ള സ്വാബ് സ്റ്റിക്ക് ആണെങ്കിൽ ഇപ്പോൾ ഇതാണ് കൂടുതലായിട്ട് കിട്ടുന്നത്. കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി ഈസിയാണ്. ഇതിൽ കോട്ടൺ ടിപ്പുള്ള സ്വാബ് സ്റ്റിക്കുകൾ യൂസ് ചെയ്തതാണ് ലിറ്ററേച്ചറുകളിൽ പറയുന്നത്. ഇനി ഇതാണ് വൈറൽ ട്രാൻസ്പോർട്ട് മീഡിയം. ട്രൂനാറ്റിന് അയക്കുന്ന വൈറൽ ലൈസിസ് മീഡിയമാണ്. വൈറൽ ട്രാൻസ്പോർട്ട് മീഡിയം അതിന് ലാസ്റ്റ് കാണുന്ന അടിയിൽ കാണുന്ന പിങ്ക് കളറിലുള്ള വൈറൽ ട്രാൻസ്പോർട്ട് മീഡിയം ഒരു 3 മില്ലിയാണ് സാധാരണ റുട്ടീൻ ടെസ്റ്റിന് ഉണ്ടാവുക. പൂൾഡ് സർവൈലൻസ് ആണെങ്കിൽ 0.5 ml മാത്രമേ ഉണ്ടാവാറുള്ളൂ. പൂൾഡ് ടെസ്റ്റ്, നോട്ട് പൂൾ സർവൈലൻസ്, പൂൾഡ് RT-PCR ചെയ്യാൻ 0.5 മില്ലി മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം അത് പൂൾ ചെയ്തിട്ട് കുറെ എണ്ണം എടുത്തിട്ടാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് വരുന്നത് ഈ നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ മീഡിയം, ആ പിങ്ക് കളറിലുള്ള മീഡിയം ആണ് ഇവർ ടെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ എടുക്കുന്ന തൊട്ട് മുമ്പത്തിൽ കണ്ട ഈ സ്വാബ് അല്ല. സ്വാബ് സ്റ്റിക്ക് ഇതിൽ മുക്കിക്കഴിഞ്ഞാൽ വൈറൽ പാർട്ടികൾ ഈ മീഡിയത്തിലേക്ക് എത്തും. ഈ മീഡിയമാണ് ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് സ്വാബ് കളക്ഷൻ മെത്തേഡിലേക്ക് പോവുകയാണ്. അതിനായിട്ട് സ്വാബ് കളക്ഷൻ ഏരിയ നമുക്കൊരു ഹോസ്പിറ്റലിലെ ഡെസിഗ്നേറ്റഡ് ഏരിയ നിർബന്ധമാണ്. എവിടെയെങ്കിലും വെച്ച് സ്വാബ് എടുക്കുക എന്ന സിസ്റ്റം പറ്റില്ല. അങ്ങനെ സിസ്റ്റം ഇല്ല. അതായത് പേഷ്യന്റ് OP-യിലേക്ക് വരുന്നു, അത് അത്ര വലിയ കോവിഡ് സസ്പെക്ട് അല്ല, അയാൾക്കുണ്ടാവാൻ സാധ്യത കുറവാണ്, ഇവിടെ നിന്ന് എടുത്തേക്കാം, അങ്ങനെ ഒരു ചിന്താഗതി പാടില്ല. ഡെഡിക്കേറ്റഡ് ഡെസിഗ്നേറ്റഡ് ഏരിയ നിർബന്ധമാണ്. ഒരാൾ പോലും, ഒരു ഡോക്ടറും അല്ലെങ്കിൽ ഒരു സ്റ്റാഫ് നഴ്സും എവിടെയെങ്കിലും വെച്ചിട്ട് ഒരു സ്വാബ് എടുക്കുക, ഒരു N95 മാസ്ക് മാത്രം വെച്ച് സ്വാബ് എടുക്കുക എന്ന സിസ്റ്റത്തിലേക്ക് പോകരുത്. നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കിയേ പറ്റൂ. അതുപോലെയുള്ളതാണ് വാക്കിൻ സാമ്പിൾ കളക്ഷൻ കിയോസ്ക്. അതിൽ ലെഫ്റ്റ് സൈഡിലുള്ളത് എറണാകുളത്തുള്ളതാണ്, ഏറ്റവും ആദ്യം വന്നാണ്. എനിക്കൊന്ന് റൈറ്റ് സൈഡിലുള്ളത് ഇടുക്കി ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ തന്നെ ഉള്ളതാണ്. എനിക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണ്. സ്റ്റാഫ് നഴ്സ് അരുൺ ഡിസൈൻ ചെയ്തത്. അതായത് ഈ ഫോട്ടോയിൽ ഞാൻ ഉദ്ദേശിച്ചത്, ഈ വിസ്ക് പല തരത്തിലുണ്ട്. തുടക്കത്തിൽ വന്നതാണ് എറണാകുളത്ത് കാണുന്നത്, പിന്നീട് അരുൺ ഡിസൈൻ ചെയ്തൊന്ന് ജനലിൽ വെക്കുന്നതൊന്ന്, പിന്നീട് ഇപ്പൊ കാണുന്നത് പേരാമ്പ്ര ഹോസ്പിറ്റൽ, താലൂക്ക് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുക. ഇതിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാം, ഹെവി ഡ്യൂട്ടി ഗ്ലൗസ് ആണ് പണ്ട് ജനറൽ ഹോസ്പിറ്റലിൽ വന്നത്. ഈ ഹെവി കയ്യിൽ കാണുന്ന മഞ്ഞ ഗ്ലൗസ് പിന്നീട് അത് മാറ്റി അത് ക്ലീൻ ചെയ്യുക. പുറത്ത് നിൽക്കുന്ന ഒരു ഗ്രേഡ് 2 സ്റ്റാഫ് അല്ലെങ്കിൽ ക്ലീനിങ് സ്റ്റാഫ് 1% ഹൈപ്പർബോറേറ്റ് സൊല്യൂഷൻ വെച്ചിട്ടോ അല്ലെങ്കിൽ ആന്റിസെപ്റ്റിക്സ് മീൻസ് സാനിറ്റൈസർ ഉപയോഗിച്ചോ ക്ലീൻ ചെയ്യുമ്പോൾ അത് ഡ്രൈ ആകാൻ ടൈം എടുക്കുന്നു, സ്വാബ് എടുക്കാൻ കുറെ സമയം എടുക്കുന്നു.
അത് ഉറ്റുറ്റ് വീഴുന്ന കാരണം സ്വാബ് നെഗറ്റീവ് ആവുന്നു. അങ്ങനെ പല പ്രശ്നങ്ങൾ വന്നപ്പോൾ ചെറിയ മോഡിഫിക്കേഷൻ പേരാമ്പ്ര കൊടുത്താണ് അവർ ആ ഹെവി ഡ്യൂട്ടി ഗ്ലൗസിന് മുകളിൽ വേറെ ഗ്ലൗസ് ഇടുന്നു. ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് വിസ്ക് പല തരത്തിൽ മോഡിഫിക്കേഷൻ വരുന്നുണ്ട്. ഏറ്റവും പുതിയതായിട്ട് ഇപ്പം പാലക്കാട് വന്നിട്ടുള്ളത് അവരുടെ ഇന്നോവ കാറിന്റെ പുറകിലുള്ള ഗ്ലാസ് മാറ്റിയിട്ട് ഗ്ലാസ് മോഡിഫൈ ചെയ്ത് ഞങ്ങളുടെ ഇടുക്കിയിലെ സ്റ്റാഫ് നഴ്സ് അരുൺ ചെയ്ത പോലെ ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി അതിപ്പോ മൊബൈൽ യൂണിറ്റ് ആക്കി മാറ്റിയിരിക്കുകയാണ്, വിസ്ക് ഓൺ വീൽസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വിസ്ക് പല രീതിയിലുണ്ട്. പക്ഷേ വിസ്ക് ആയാലും നമ്മുടെ ഡെഡിക്കേറ്റഡ് ഏരിയ ഹോസ്പിറ്റൽ ആയാലും അത് കൃത്യമായ ഏരിയയിൽ വെച്ച് അല്ലാതെ നിങ്ങൾ സ്വാബ് എടുക്കരുത്. ഇനി നമ്മുടെ സ്വാബ് കളക്ഷൻ ഏരിയ റൂം ആണെങ്കിൽ നല്ല വെന്റിലേഷൻ ഉള്ള നല്ല സ്പേഷ്യസ് ആയ റൂം തന്നെ സെലക്ട് ചെയ്യണം. ഒരു ഇടുങ്ങിയ റൂം അല്ലെങ്കിൽ കുടുസു മുറികളിലൊന്നും വെച്ച് സ്വാബ് എടുക്കാൻ നിൽക്കരുത്. നല്ല ലൈറ്റിംഗ് വേണം, നല്ല വെന്റിലേഷൻ നിർബന്ധമാണ്. ഇതിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ ഡോണിങ്ങിന്റെയും ഡോഫിങ്ങിന്റെയും ഫെസിലിറ്റി നിർബന്ധമാണ്. ദൂരെ ഒരു സ്ഥലത്ത് നിന്ന് ഡോൺ ചെയ്ത് നടന്നു വന്ന് പബ്ലിക്കിന്റെ ഇടയിലൂടെ നടന്നു വന്ന് സ്വാബ് എടുത്ത് അവരുടെ ഇടയിലൂടെ തന്നെ നടന്നു പോയി അവിടെ നിന്ന് വേറെ സ്ഥലത്ത് ഡോഫിംഗ് നടത്തുക. പരമാവധി ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കണം. കാരണം ഇതിലൂടെ നമ്മൾ വഴി അസുഖം സ്പ്രെഡ് ആവുകയുള്ളൂ, നമുക്ക് തന്നെ റിസ്ക് കൂടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു അറ്റാച്ച്ഡ് ഡോണിങ് ആൻഡ് ഡോഫിംഗ് ഫെസിലിറ്റി നമ്മുടെ സ്വാബ് കളക്ഷൻ ഏരിയയ്ക്ക് ഉണ്ടാവുന്നതാണ് ഏറ്റവും അഭികാമ്യം. ഒരു സ്വാബ് എടുക്കുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു PPE നിർബന്ധമാണ്. വെറും ഒരു N95 മാസ്കോ അല്ലെങ്കിൽ KGMO ഒക്കെ സപ്ലൈ ചെയ്ത ഫേസ് ഷീൽഡോ വെച്ചുകൊണ്ടല്ല സ്വാബ് എടുക്കുന്നത്. അങ്ങനെ സ്വാബ് എടുക്കരുത്. നമ്മുടെ ലൈഫ് റിസ്ക് ആയി ചെയ്തുകൊണ്ട് അത് നമുക്ക് റിസ്ക് ഉണ്ടാവുമ്പോൾ നമ്മുടെ വീട്ടുകാരുടെ പ്രശ്നം മാത്രമല്ല ഇവിടെ പറയുന്നത്, നമ്മളൊക്കെ അസുഖം വന്ന് കിടന്നാൽ ജനങ്ങളെ നോക്കാനും ആരുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സേഫ്റ്റി അല്ലെങ്കിൽ ഫുൾ PPEയിൽ മാത്രമേ സാമ്പിൾ എടുക്കാവൂ. അതിന് പുറമെ നിങ്ങൾക്ക് എന്തെല്ലാം അഡീഷണൽ സേഫ്റ്റി മെഷേഴ്സ് ഉണ്ടോ എല്ലാം എടുത്തുകൊള്ളുക. അത് ഫേസ് ഷീൽഡ് ആവാം, OHP ഷീറ്റ് വെച്ച് കെട്ടിയിട്ടാവാം. പലതും നമ്മുടെ തുടക്കത്തിൽ മാർച്ച് മാസത്തിലൊക്കെ പല വാട്സാപ്പ് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പലതരം മെത്തേഡുകൾ നിങ്ങൾക്ക് എന്തൊക്കെ അവൈലബിൾ ആണോ, നിങ്ങൾ കംഫർട്ടബിൾ ആണോ എല്ലാം ഉപയോഗിച്ചുകൊള്ളുക. ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇതിന്റെ ഹെൽമെറ്റ് ആണ്, നമ്മുടെ സ്റ്റീൽ ബേർഡ് കമ്പനിയുടെ നല്ല ഗ്ലാസ് ഹെൽമെറ്റ്. കാരണം KGMO ഒക്കെ സപ്ലൈ ചെയ്ത ഒരു ഹെൽമെറ്റ് ഒരു ഫേസ് ഷീൽഡ് ഉണ്ടായിരുന്നു, പക്ഷെ അതിന് കവറേജ് കുറച്ച് കുറവാണ്. ആദ്യം ഉണ്ടാക്കി തന്നെ ഈ സ്റ്റീൽ ബേർഡ് കമ്പനിയുടെ തലയ്ക്ക് മുകളിലേക്ക് കവറിംഗ് ഇല്ലാത്ത ഒരു ബാൻഡ് വെച്ചുള്ള ഹെൽമെറ്റ് ഉണ്ട്. അത് പറ്റുമെങ്കിൽ വാങ്ങിക്കൊള്ള 290 അല്ലെങ്കിൽ 300 രൂപയൊക്കെ ഉള്ളൂ. അതിന് നല്ല ചെവി വരെ കവറേജ് ഉണ്ട്, താടിക്ക് താഴേക്കും ഉണ്ട്, നല്ലതാണ്, ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ കൂടെയുള്ള അസിസ്റ്റന്റ് നിർബന്ധമായും സ്വാബ് കളക്ഷൻ ഏരിയയിൽ അസിസ്റ്റന്റ് ഉണ്ടോ, അസിസ്റ്റന്റ് PPEയിൽ തന്നെ വരണം. പലപ്പോഴും അസിസ്റ്റന്റ് ക്ലീനിങ് സ്റ്റാഫോ ഗ്രേഡ് 2 സ്റ്റാഫോ ആയിരിക്കും. അവർക്ക് PPE ഇടുന്നതിന് ബുദ്ധിമുട്ട് കൊണ്ട് അവർ ഇങ്ങോട്ട് പറയും, ഞാൻ N95 മാസ്ക് ഇട്ടോളാം, ഞാൻ ഗ്ലൗസ് 2 എണ്ണം ഇട്ടോളാം, പലതും പറയും. അനുവദിക്കരുത്. കാരണം അവർക്ക് അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്, അതിനെക്കുറിച്ചുള്ള അവബോധം ഇല്ലാത്തതുകൊണ്ടാണ്. അവരുടെ സേഫ്റ്റി നമ്മുടെ ഉത്തരവാദിത്തമാണ്, അങ്ങനെ തന്നെ എടുക്കണം. കാരണം നമുക്ക് അതിനെക്കുറിച്ച് അറിയാം. അവർക്ക് അവരുടെ അറിവില്ലായ്മയാണ്. യാതൊരു കാരണവശാലും സാധാ ഡ്രസ്സിലോ ഒന്നും അവരെ അവിടേക്ക് കയറ്റരുത്. PPE നിർബന്ധമാണ് അസിസ്റ്റന്റിനും. സ്വാബ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ VTM ആകട്ടെ, സ്വാബ് സ്റ്റിക്ക് ആകട്ടെ, അതിന്റെ ലേബൽ, സിസേഴ്സ്, ടോർച്ച്, സ്വാബ് എടുക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ വേണോ അതെല്ലാം റെഡിയാക്കിയിട്ടേ പേഷ്യന്റിനെ സ്വാബ് എടുക്കാൻ പാടുള്ളൂ. സ്വാബ് എടുത്ത് സ്വാബ് സ്റ്റിക്ക് കൈ പിടിച്ചിട്ട് VTM അന്വേഷിച്ച് പോകരുത്. VTM നിങ്ങളുടെ കയ്യിൽ വേണം, സ്വാബ് സ്റ്റിക്ക് റെഡി ആയിരിക്കണം. ടങ് ഡിപ്രസർ വേണ്ട കേസാണെങ്കിൽ, ത്രോട്ട് സ്വാബ് ആണെങ്കിൽ ടങ് ഡിപ്രസർ വേണം, പേന വേണം, ലേബൽ വേണം, സിസേഴ്സ് വേണം, ടോർച്ച് വേണം, സാനിറ്റൈസർ വേണം, പാക്കിംഗ് മെറ്റീരിയൽസ് റെഡി ആയിരിക്കണം. എല്ലാം റെഡിയാക്കിയതിനു ശേഷം മാത്രം ആ പേഷ്യന്റിന്റെ മേത്ത് തൊടാൻ പാടുള്ളൂ. അതല്ലാതെ ആ സമയത്ത് ഇതെല്ലാം തിരയാൻ വേണ്ടി ഓടരുത്. ഇതെല്ലാം റെഡിയാണ് എന്ന് ക്രോസ് ചെക്ക് ചെയ്യണം, നിർബന്ധമാണ്. പേഷ്യന്റ് നമ്മുടെ റൂമിലേക്ക് വരികയാണ്, സ്വാബ് എടുക്കുന്ന റൂമിലേക്ക് വരികയാണെങ്കിൽ ആ സ്വാബ് എടുക്കുന്ന റൂമിലേക്ക് കയറുന്ന പേഷ്യന്റിന് ഒരു 3 ലെയർ സർജിക്കൽ മാസ്ക് നമ്മൾ കൊടുത്തിരിക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം പേഷ്യന്റിന്റെ കയ്യിൽ പലതരത്തിലുള്ള പല ഭംഗിയിലുള്ള തുണി മാസ്കുകൾ, കോട്ടൺ മാസ്കുകൾ പലതും ഉണ്ടായിരിക്കും. ഒന്നും നമ്മൾ അനുവദിക്കരുത്. അതവർ വെച്ചോട്ടെ, പക്ഷേ നമ്മൾ കൊടുക്കുന്ന സർജിക്കൽ മാസ്ക് പേഷ്യന്റിന് നിർബന്ധമാണ്. സർജിക്കൽ മാസ്ക് ഇല്ലാത്ത ഒരു പേഷ്യന്റിനെ നമുക്ക് കേട്ടരുത്. കാരണം നേസോഫാരിഞ്ചൽ സ്വാബ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഓറോഫാരിഞ്ചൽ സ്വാബ് എടുക്കുമ്പോൾ പേഷ്യന്റ് തുമ്മാനോ ചുമയ്ക്കാനോ സാധ്യതയുണ്ട്. അധികമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ചുമയ്ക്കും. ആ ചുമയ്ക്കുന്ന സമയത്ത് അവർക്ക് ആ ചുമയുടെ സമയത്ത് അവർക്ക് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. തുണി മാസ്ക് ആണെങ്കിൽ നമുക്കറിയാം നമ്മളാണ് റിസ്ക് ആവുന്നത്. അതുകൊണ്ട് ആ റൂമിൽ കയറുന്ന എല്ലാവർക്കും ഹാൻഡ് സാനിറ്റൈസർ കൊണ്ട് കൈ വാഷ് ചെയ്യിക്കണം. അതിന് കൂടെ തന്നെ 3 ലെയർ സർജിക്കൽ മാസ്ക് നിർബന്ധമായി കൊടുത്തിരിക്കണം. സ്വാബ് എടുക്കാൻ ഏറ്റവും നല്ലത്, സ്റ്റൂളിനേക്കാൾ നല്ലത് ചെയറാണ്. ഞാൻ പണ്ട് സ്റ്റൂൾ വെച്ച് എടുത്തിരുന്നു, പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി
ആം റെസ്റ്റ് ഉള്ള ചെയർ കൊടുക്കുകയാണ് നല്ലത്. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം, സ്റ്റൂൾ ആകുമ്പോൾ പേഷ്യന്റ് കൈ ഫ്രീ ആയിട്ടാണ് കിടക്കുന്നത്. നേരെ മറിച്ച് ആം റെസ്റ്റ് ഉള്ള ചെയർ കൊടുക്കുമ്പോൾ അതിൽ കൈ കയറ്റി വെക്കാൻ പറ്റും. അങ്ങനെ കൈ കയറ്റി വെക്കുമ്പോൾ പേഷ്യന്റിന് എന്തെങ്കിലും ഒരു സ്വാബ് എടുക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ട് വന്നാൽ, സ്റ്റൂൾ ആണെങ്കിൽ പേഷ്യന്റിന്റെ ഫസ്റ്റ് റിഫ്ലക്സ് നമ്മളെ കയറി പിടിക്കാനായിരിക്കും. സ്റ്റൂളിൽ വെച്ച് എടുക്കുമ്പോൾ പേഷ്യന്റ് കൈ ഫ്രീ ആണ്, അവർക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻ തോന്നി നേരെ നമ്മളെ കയറി പിടിക്കും. നേരെ മറിച്ച് ഒരു ആം റെസ്റ്റ് ഉള്ള ചെയർ ആണെങ്കിൽ പേഷ്യന്റ് ആ ആം റെസ്റ്റിലേക്ക് പിടിക്കും, നമ്മൾ സേഫ് ആണ്. അതുകൊണ്ട് തന്നെ ആം റെസ്റ്റ് ഉള്ള ബാക്ക് സപ്പോർട്ട് ഉള്ള ചെയർ ആണ് ഏറ്റവും നല്ലത്. പേഷ്യന്റിനെ ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്നത് ഞാൻ നെയ്സോഫാരിഞ്ചിയൽ സ്വാബ് എടുക്കുന്ന പൊസിഷനെ കുറിച്ചാണ്. അത് കഴിഞ്ഞിട്ടാണ് ത്രോട്ട് സ്വാബിലേക്ക് പോകുന്നത്. പേഷ്യന്റ് ഇരിക്കേണ്ടത് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണം. കസേരയോട് മാക്സിമം ആ ബാക്ക് സപ്പോർട്ടിലേക്ക് മാക്സിമം കയറ്റി ഇരുത്തണം. ഈ വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലെഫ്റ്റ് സൈഡിലുള്ള ഫോട്ടോയിൽ ആ ബ്ലാക്ക് ഷർട്ട് ഒരാള് കസേരയിലേക്ക് മാക്സിമം കയറിയിരിക്കുന്നു. ചില ആളുകളുണ്ട് കസേരയുടെ എഡ്ജിൽ ഇരുന്നിട്ട് തല നേരെ ചെരിച്ചു വെച്ച് ബാക്ക് സപ്പോർട്ട് കൊണ്ടുവയ്ക്കും. അങ്ങനെ വെക്കുന്ന ആളുകളുടെ സ്വാബ് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ കസേരയിലേക്ക് കയറ്റിയിരുത്തുക, ബാക്ക് റെസ്റ്റിലേക്ക് പുറം ഭാഗം ഒട്ടിച്ചു വെക്കുന്ന രീതി ആ രണ്ട് ഫോട്ടോയിലും കാണുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞ മെസ്സേജ് കൺവേ ആയി തോന്നുന്നു. ഏറ്റവും പുറകു വശം ആ ബാക്ക് സപ്പോർട്ടിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് കഴുത്ത് മാത്രം ചെരിക്കാൻ പറയുക. പേഷ്യന്റ് സ്ട്രെയിറ്റ് ആയി ഇരുന്നുകൊണ്ട് കഴുത്ത് മാത്രം പുറകിലേക്ക് ചെരിക്കാൻ പറയുക. പലപ്പോഴും ഇങ്ങനെ ചെരിക്കാൻ പറയുമ്പോൾ പേഷ്യന്റ് ചെയ്യുക ശരീരം മൊത്തം ചെരിച്ച് തലഭാഗം ബാക്ക് സപ്പോർട്ടിൽ കൊണ്ടുവയ്ക്കും. അങ്ങനെയല്ല, സ്ട്രെയിറ്റ് ആയിരുന്ന കഴുത്ത് മാത്രം 70 ഡിഗ്രി. അത് ലിറ്ററേച്ചർ പറയുന്നതാണ്. നമുക്ക് പേഷ്യന്റ് പറ്റുന്നത്ര മാക്സിമം. ചില പേഷ്യന്റ് കഴുത്ത് വേദന ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, അധികം വേണ്ടത് പറയുക. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇനി നമ്മൾ നോക്കേണ്ടത് സർജന്റെ അല്ലെങ്കിൽ മീൻസ് സ്വാബ് എടുക്കുന്ന ഡോക്ടറുടെ അല്ലെങ്കിൽ സ്റ്റാഫിന്റെ റൈറ്റ് സൈഡിലാണ്. പേഷ്യന്റിന്റെ റൈറ്റ് സൈഡ്, നമ്മൾ വലത് കൈമാറാണ് എന്നൊരു അസംഷനിലാണ് ഞാൻ പറയുന്നത്. റൈറ്റ് ഹാൻഡ് ആൾക്കാർക്ക് സ്വാബ് എടുക്കുന്ന ആളുകൾക്ക് പറ്റിയാണ് പറയുന്നത്. നമ്മൾ പേഷ്യന്റിന്റെ റൈറ്റ് സൈഡിൽ നിൽക്കുക. റൈറ്റ് സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് പേഷ്യന്റിന് എത്രയായിരിക്കും നമുക്ക് ലെങ്ത്. കാരണം മൂക്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും നെയ്സോഫാരിങ്സ് നമ്മൾ കാണുന്നില്ല. എവിടെയാണ് നെയ്സോഫാരിങ്സ് എന്ന് അറിയാതെ തന്നെയാണ് എല്ലാവരും, നിങ്ങളും ഞാനും എല്ലാ ENT എക്സ്പേർട്സും ഒരു ടോർച്ച് ലൈറ്റിന്റെ വെളിച്ചത്തിൽ ആരും നെയ്സോഫാരിങ്സ് കാണില്ല. അങ്ങനെ കാണാൻ പറ്റുന്നതല്ല നെയ്സോഫാരിങ്സ്, അത് ഉള്ളിലാണ്. നെയ്സോഫാരിങ്സ് എവിടെയാണ്, ഏകദേശം എത്ര ലെങ്ത്തിലാണ് എന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ആംഗിൾ ഓഫ് മൗത്ത് അടുത്ത ഫോട്ടോയിൽ നോക്കിയാൽ മനസ്സിലാവും. പേഷ്യന്റ് ബോഡി ടച്ച് ചെയ്യാതെ എന്റെ റൈറ്റ് സൈഡിൽ റൈറ്റ് എൻഡിലുള്ള ഫോട്ടോ നോക്കിയാൽ മനസ്സിലാവും. ആംഗിൾ ഓഫ് മൗത്ത് മുതൽ ട്രാഗൽ പോയിന്റ്, ട്രാഗസ് ചെവിയുടെ മുമ്പിലുള്ള ട്രാഗസ് വരെയുള്ള ഏകദേശം അത്രയും ലെങ്ത് ആയിരിക്കും പേഷ്യന്റ് നെയ്സൽ ക്യാവിറ്റിക്ക്. ഇനി വേറെ കണക്ക് പറഞ്ഞാൽ അറൌണ്ട് 7 സെന്റിമീറ്റർ ആണ് അഡൾട്ടിന്റെ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും കേട്ടോ. 8 സെന്റിമീറ്റർ ഉള്ളവരുണ്ട്, അതിൽ കൂടുതലുള്ളത് എനിക്ക് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവര് ഏകദേശം ലെങ്ത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ റൈറ്റ് സൈഡിൽ നിന്നു നമ്മുടെ ഇടത്തെ കൈ കൊണ്ട് പേഷ്യന്റിന്റെ മൂക്കിന്റെ ടിപ്പ് പതുക്കെ ഒന്ന് പൊന്തിക്കുക. ഇടത്തെ കൈയുടെ നിങ്ങളുടെ ഫോട്ടോ കണ്ട കൃത്യമായിട്ട് മനസ്സിലാവും. ആ പതുക്കെ നെയ്സൽ ടോർസത്തിന്റെ ടിപ്പ് ഒന്ന് എലിവേറ്റ് ചെയ്യാം. എന്നിട്ടൊന്ന് ടോർച്ച് അടിച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ അസിസ്റ്റന്റിനെ കൊണ്ട് ടോർച്ച് അടിപ്പിക്കുക. അതിനാണ് അസിസ്റ്റന്റ്. അവർ ടോർച്ച് അടിക്കുന്നതോടുകൂടി നമുക്ക് ഉള്ളിലേക്കൊന്നും കാണില്ല, പക്ഷെ ഒരു ഗ്രോസ് ഡീവിയേഷൻ പേഷ്യന്റ് ഉണ്ടോ, പേഷ്യന്റ് നെയ്സൽ സെപ്റ്റം അല്ലാതെ ഡീവിയേറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു നെയ്സൽ ക്യാവിറ്റി കംപ്ലീറ്റ് അടഞ്ഞിരിക്കുകയാണോ എന്ന് ഈ ഒരു നോട്ടത്തിലൂടെ എല്ലാവർക്കും മനസ്സിലാവും. അത് മാത്രമേ നമ്മൾ ഇതിൽ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏതാണോ വലിയ ക്യാവിറ്റി, ഡീവിയേഷൻ ഒന്നും ഇല്ലാതെ വലുതായി കാണുന്ന ക്യാവിറ്റി ഏതാണോ അതിലൂടെയാണ് നമ്മൾ സ്വാബ് പാസ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ മൂക്കിന്റെ അറ്റം ഒന്ന് പിടിച്ച് പൊന്തിച്ചു, ടോർച്ച് അടിച്ച് നോക്കി, ടോർച്ച് അടിച്ച് നമ്മൾ സ്വാബ് പാസ് ചെയ്യുന്നു. ഇനിയാണ് ഏറ്റവും പ്രധാനമായ ഏരിയ വരുന്നത്. സ്വാബ് പാസ് ചെയ്യുമ്പോൾ ഇപ്പൊ നിങ്ങളുടെ മുന്നിലുള്ള ഫോട്ടോയിൽ, സ്ക്രീനിലുള്ള ഫോട്ടോയില് പേഷ്യന്റിന്റെ നെക്ക് സ്ട്രെയിറ്റ് ആയിട്ടാണ്, അയാൾ ചെരിച്ചിട്ടില്ല. ആ ഫോട്ടോ നേരെ നിൽക്കുന്ന ഒരാളുടെയാണ്. അതിലേക്ക് പോകുന്ന ഫോട്ടോ ശ്രദ്ധിക്കുക. ഇനി അടുത്ത ഫോട്ടോ നോക്കിക്കൊള്ളുക. ഇതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഫോട്ടോയില് പേഷ്യന്റ് നമ്മൾ വിചാരിച്ച പോലെയാണ് ഇപ്പൊ പേഷ്യന്റ് ഇരിക്കുന്നത്. നിവർന്നിരുന്നിട്ട് തല ചെരിച്ചിരിക്കുകയാണ് ആ ഫോട്ടോയിൽ, അല്ലെ? തല ചെരിച്ചു വെച്ചിരിക്കുകയാണ് പേഷ്യന്റിന്റെ, ഐ മീൻ ആ ഫോട്ടോയുടെ. ഇവിടെ നമ്മുടെ സ്വാബ് സ്റ്റിക്ക്, ആ നീല കളറിൽ കാണുന്ന സ്വാബ് സ്റ്റിക്ക് പോകുന്നത് ഓൾമോസ്റ്റ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആണ്. നെയ്സോഫാരിങ്സ് നമ്മുടെ മൂക്കിന്റെ പ്രത്യേകത, മൂക്ക് പുറത്തുനിന്ന് കാണുന്നത് പോലെ നെറ്റിയിലേക്കല്ല മൂക്കിന്റെ നെയ്സൽ ക്യാവിറ്റിയുടെ ഡയറക്ഷൻ. നെയ്സൽ ക്യാവിറ്റി താഴേക്കാണ്. പലപ്പോഴും പറ്റുന്ന ഒരു തെറ്റിദ്ധാരണ, മൂക്ക് പോകുന്ന അതേ പുറമേയുള്ള മൂക്ക് നെറ്റിയിലേക്കും കണ്ണിന്റെ ഭാഗത്തേക്കും പോകുന്ന അതേ ഡയറക്ഷനിലാണ്
നേസൽ ക്യാവിറ്റിയുടെ ഡയറക്ഷൻ എന്നൊരു തെറ്റിദ്ധാരണ പലപ്പോഴും വന്നേക്കാം. അങ്ങനെ അല്ല. നേസൽ ക്യാവിറ്റിയുടെ ഡയറക്ഷൻ താഴേക്കാണ്, ചെവിയുടെ ഡയറക്ഷനിലേക്കാണ്. എന്റെ അടുത്ത ഫോട്ടോ അത് മനസ്സിലാവും. സി, ഈ ഇതിന് നടുവിലെ ഫോട്ടോ നോക്കുക. ഞാൻ ആ സ്വാബ് പിടിച്ചിരിക്കുന്നത് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആണ്, ചെരിച്ചിട്ടല്ല. ഒരു ഫോട്ടോയും കൂടി കണ്ടാൽ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ അല്ല സ്വാബ് പാസ് ചെയ്യേണ്ടത്. ഈ ഫോട്ടോകളിൽ കാണുന്നത് എന്റെ സ്വാബ് പോകുന്നത് നെറ്റിയുടെ ഡയറക്ഷനിലേക്കാണ്. ഇങ്ങനെ അല്ല സ്വാബ് പിടിക്കേണ്ടത്. ഇങ്ങനെ പോയാൽ നമ്മൾ പോകുന്നത് നെറ്റി ഡയറക്ഷനിലാണ്. നമ്മൾ ഒരിക്കലും നേസൽ ക്യാവിറ്റിയുടെ ഡയറക്ഷൻ പുറത്തെ മൂക്കിന്റെ ഡയറക്ഷൻ അല്ല. നേസൽ ക്യാവിറ്റിയുടെ ഡയറക്ഷൻ താഴേക്കാണ്. ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ നേരെ താഴേക്കാണ് നേസൽ ക്യാവിറ്റി. നേസോഫാരിങ്സ് അവിടെയാണ്. മുകളിലേക്ക് പോയാൽ തിയറട്ടിക്കലി നിങ്ങൾ പോകുന്നത് കണ്ണിലേക്കും ആന്റീരിയർ ക്രേനിയൽ ഫോസയിലേക്കുമാണ്. പക്ഷെ ആരും പേടിക്കരുത്, ഇന്ന് വരെ ഒരാളും സ്വാബ് എടുത്ത് ഒരു പേഷ്യന്റിന്റെയും ആന്റീരിയർ ക്രേനിയൽ ഫോസയിലേക്ക് എത്തിയിട്ടില്ല. സർജറി ചെയ്യുമ്പോൾ പോലും ഞങ്ങൾക്ക് എത്താൻ പ്രയാസമുള്ള ഒരു സ്ഥലമാണ്. അവിടേക്ക് ഒരു സ്വാബ് എടുത്ത് നിങ്ങൾ ആരും അവിടേക്ക് കുത്തിക്കയറ്റുന്ന ഒരു പേടി മനസ്സിൽ വേണ്ട. അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഇതിനില്ല. ഇതൊരു തിയറട്ടിക്കൽ കോംപ്ലിക്കേഷൻ ആണ്. ഡയറക്ഷൻ ശരിയാകാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് പറഞ്ഞു തരുന്നത്. അല്ലാതെ നിങ്ങൾ ആരും, എനിക്ക് 100% ഉറപ്പാണ്, ആരും സ്വാബ് എടുത്തുകൊണ്ട് ഈ പേഷ്യന്റെ കണ്ണിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ എത്ര ശക്തിയിൽ കുത്തിയാലും അങ്ങോട്ട് എത്തില്ല. പ്രത്യേകിച്ച് ലൈവ് പേഷ്യൻസ് ആണ്. ചെറിയൊരു വേദന വരുമ്പോൾ അവർ പറയും, സാറേ വേദനിക്കുന്നു എന്ന് പേഷ്യൻസ് പറയും. അതുകൊണ്ട് തന്നെ കണ്ണിലേക്ക് കുത്തിക്കയറും അല്ലെങ്കിൽ ആന്റീരിയർ ക്രേനിയൽ ഫോസയിലേക്ക് കുത്തിക്കയറും എന്നുള്ള പേടിയിൽ നിങ്ങൾ ആരും സ്വാബ് എടുക്കാതിരിക്കേണ്ട. താഴേക്ക് പോയാൽ അവിടെ വേറെ ഒരു സ്ട്രക്ചറും നിങ്ങളെ തടയാനില്ല. ഈ ഫോട്ടോയിൽ കാണിച്ച പോലെ നേരെ താഴേക്ക് പോയാൽ വെർട്ടിക്കലി ഡൗൺവേർഡ്സ്, 3 ഫോട്ടോയിലും എന്റെ സ്വാബ് പോകുന്നത് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആണ്. അവിടെ നേസൽ ഫ്ലോർ ആണ്. അത് 7 സെന്റിമീറ്റർ കഴിഞ്ഞാൽ നേസോഫാരിങ്സ് ആണ്. അവിടെ വേറെ ആരുമില്ല. ഇനി ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ പോകരുത് എന്നർത്ഥം കാണിച്ചു. ഇനി നിങ്ങൾ 7 സെന്റിമീറ്റർ ആണ് ഏകദേശം മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. നമുക്ക് ഏകദേശം ലെങ്ത് അറിയാം സ്വാബിന്റെ. കുറച്ച് പോകുമ്പോൾ തന്നെ നമുക്കൊരു റെസിസ്റ്റൻസ് തോന്നിയാൽ, ഒരു 3 സെന്റിമീറ്റർ പോകുമ്പോൾ തന്നെ റെസിസ്റ്റൻസ് തോന്നിയാൽ ഒരിക്കലും മൂക്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യരുത്. ഫോഴ്സ് എടുത്തുകൊണ്ട് ഞാൻ ഇയാളുടെ സ്വാബ് എടുത്തേ അടങ്ങൂ എന്ന മട്ടിൽ ഒരിക്കലും ഫോഴ്സ് കൊടുക്കരുത്. നേസൽ ക്യാവിറ്റിയിൽ ഫോഴ്സ് കൊടുത്ത നേസൽ മ്യൂക്കോസ വളരെ ഡെലിക്കേറ്റ് ആണ്. ചെറുതായി 1-2 തുള്ളി ബ്ലഡ് വരും. ഞാൻ വീണ്ടും പറയുകയാണ്, സ്വാബ് സ്റ്റിക്കിന്റെ എൻഡില് 1-2 തുള്ളി ബ്ലഡ് ആയി എന്ന് കരുതി നിങ്ങളുടെ റിസൾട്ടിനെ അത് ബാധിക്കില്ല. നിങ്ങൾ ആരും പേഷ്യന്റിന്റെ മൂക്കിൽ കുത്തി ഒരു എപ്പിസ്റ്റാക്സിസ് നേസൽ ബ്ലീഡിംഗ് ഉണ്ടാക്കുകയുമില്ല. അതൊന്നും ഒരിക്കലും, അതൊക്കെ തിയറട്ടിക്കലാണ്. അങ്ങനെ ഒന്നും സംഭവിക്കാറില്ല. ഇത്രയും സ്വാബ് എടുത്ത് ഞാൻ എന്റെ ഒപ്പമുള്ള എല്ലാ സ്റ്റാഫ് നഴ്സുമാരെയും കൂടെയുള്ള എല്ലാ ഡോക്ടർമാരെയും ട്രെയിൻ ചെയ്തിട്ട് ആർക്കും അങ്ങനെ കോംപ്ലിക്കേഷൻ ഉണ്ടായിട്ടില്ല. അപ്പൊ അതെല്ലാം ആരും പേടിക്കേണ്ട, നിങ്ങൾ എല്ലാവരും എഫിഷ്യന്റ് ആണ്. അങ്ങനെ ഒരു ബ്ലീഡിംഗ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഫോഴ്സ് കൊടുക്കണ്ട. ഒരു റെസിസ്റ്റൻസ് തോന്നിയാൽ സ്വാബ് ഒന്നുകൂടി മുകളിലേക്ക് എടുത്ത് കുറച്ചുകൂടി വെർട്ടിക്കൽ ആക്കുക. സ്വാബ് ഒന്നുകൂടി മുകളിലേക്ക് എടുത്ത് കുറച്ചുകൂടി വെർട്ടിക്കൽ ആക്കണം. അതായത് ഇപ്പോഴത്തെ നടുവിലെ ഫോട്ടോ നോക്കിയാൽ മതി. കുറച്ചുകൂടി ചെവിയുടെ ഡയറക്ഷനിലേക്ക് ആക്കുക വേണ്ടത്, അല്ലാതെ കുറച്ചുകൂടി നെറ്റിയുടെ ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകരുത്. റെസിസ്റ്റൻസ് തോന്നിയാൽ സ്വാബ് ഒന്ന് മുകളിലേക്ക് എടുത്ത് കുറച്ചുകൂടി ആ ചെവിയുടെ ഡയറക്ഷനിലേക്ക് താഴ്ത്തി നോക്കുക. സ്വാബ് സുഖമായിട്ട് ഇറങ്ങിപ്പോകും. ഇനി എന്നിട്ടും പോകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് അടുത്ത സൈഡിലേക്ക് മാറ്റുക. ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട്, ഇവിടെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിൽ അത് നേസൽ ക്യാവിറ്റി അങ്ങനെയാണ്. ഒരു സൈഡിൽ ഇത്തിരി സ്പേസ് കുറവാണെങ്കിൽ മറ്റേ സൈഡ് കുറച്ച് സ്പേസ് ഉണ്ടായിരിക്കും. രണ്ടും ഇല്ലെങ്കിൽ ഓറൽ ക്യാവിറ്റിയിലേക്ക് നമുക്ക് പോവാം. ഇനി 7 സെന്റിമീറ്റർ നമ്മൾ മെഷർ ചെയ്ത ലെങ്ത് അല്ലെങ്കിൽ 7 സെന്റിമീറ്റർ കഴിഞ്ഞിട്ട് ആണ് നമുക്ക് റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ സക്സസ്ഫുള്ളി നേസോഫാരിങ്സിൽ എത്തിക്കഴിഞ്ഞു. അവിടെ വെക്കുക. നേസോഫാരിങ്സ് എത്തിക്കഴിഞ്ഞാൽ സ്വാബ് അവിടെ വെക്കുക. 10 സെക്കൻഡോളം സ്വാബ് വെക്കുക. അത് എടുക്കുന്ന സമയത്ത് സ്വാബ് എടുക്കുന്ന സമയത്ത് ഈ സ്വാബ് അവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ചൊന്ന് പേഷ്യന്റ് അടുത്ത് മാറി നിൽക്കുക. ഒരു മീറ്റർ അല്ലെങ്കിൽ 1/2 മീറ്റർ മാറി നിൽക്കുക. പിന്നെ 10 സെക്കൻഡ് കഴിഞ്ഞാൽ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാബ് എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കുക. ആ കൈ ഒന്നും ഇങ്ങനെ നേസോഫാരിങ്സ് വെച്ച് തിരിക്കണം. ചെറിയ സ്വാബ് സ്റ്റിക്ക് ആണ്. നേസോഫാരിങ്സിന്റെ കംപ്ലീറ്റ് ഏരിയ കവർ ചെയ്തോളുന്നില്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ 1-2-3 സ്ഥലത്ത് കുത്താൻ നോക്കുക, അല്ലെങ്കിൽ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് സ്വാബ് സ്റ്റിക്ക് തിരിച്ചെടുക്കുമ്പോൾ നേരെ മുകളിലേക്ക് എടുക്കാം. എടുത്തു കഴിഞ്ഞാൽ അതേപോലെ ഓപ്പോസിറ്റ് സൈഡും ചെയ്യണം. അതേ സ്വാബ് സ്റ്റിക്ക് കൊണ്ട് ഓപ്പോസിറ്റ് സൈഡ് തീരെ പോകാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ പ്രൊസീഡ് ചെയ്യേണ്ട, പറ്റുമെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുക. സ്വാബ് സ്റ്റിക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനുള്ളത്, ഇനി അവിടെ പേഷ്യന്റ് അടുത്ത് കൂടുതൽ നിൽക്കുകയല്ല, പേഷ്യന്റ് അവിടുന്ന് മാറുക. എത്രയും പെട്ടെന്ന് സ്വാബ് സ്റ്റിക്ക് നിങ്ങളുടെ VTM-ലേക്ക്, വൈറൽ ട്രാൻസ്പോർട്ട് മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. ഇതും കൈ പിടിച്ച് കുറെ നേരം നിൽക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് VTM-ലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ആ VTM
അവിടെ തുറന്നു വെക്കാൻ അത് അസിസ്റ്റന്റിനോട് പറയുക, അവർ തുറന്നു വെക്കുന്നുണ്ടാവും. VTMലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ ഫോട്ടോയിൽ കാണുന്നത് ശ്രദ്ധിക്കുക. നമ്മുടെ VTMിൽ വൈറൽ ട്രാൻസ്ഫർ ഫ്രിഡ്ജിലൊക്കെ വെച്ചത് കാരണം ഉള്ളിൽ ചെറിയ നനവ് ഒക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ സ്വാബ് സ്റ്റിക്ക് നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് ഇട്ടാലും ചിലപ്പോൾ അറ്റത്ത് പറ്റി പിടിച്ചിരിക്കുന്നതായി കാണാറുണ്ട്. അത് ആ വെള്ളത്തിലേക്ക്, ആ മീഡിയത്തിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ സ്വാബ് സ്റ്റിക്കിന്റെ എൻഡ് VTMിലേക്ക് എത്തി എന്ന് 100% ഉറപ്പിക്കണം. ഒന്ന് നോക്കിയാൽ കാണാൻ പറ്റും, ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്താൽ ഉള്ളിലേക്ക് എത്തിക്കോളും. അത് ഉള്ളിലേക്ക് എത്തി എന്ന് ഉറപ്പിക്കണം. ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന്റെ എക്സസ് പോർഷൻ പൊട്ടിച്ച് കളയാൻ പറ്റുന്നതുകൊണ്ട് കട്ട് ചെയ്ത് കളയാൻ പറ്റുന്നതുകൊണ്ട്, ഇനി രണ്ടാണെങ്കിലും ആ സ്വാബ് സ്റ്റിക്കിന്റെ എക്സസ് പോർഷൻ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ആ കുപ്പിയുടെ, ആ ലിഡിന്റെ അല്ല, ആ കുപ്പിയുടെ മുകളിലേക്ക് ഒരു തരി പോലും സ്വാബ് സ്റ്റിക്ക് നിൽക്കാൻ പാടില്ല. നിർബന്ധമായുള്ള കാര്യമാണ്. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, സ്വാബ് സ്റ്റിക്ക് ഒരു അല്പമെങ്കിലും ആ മുകളിലേക്ക് തള്ളി നിന്നാൽ നിങ്ങളുടെ ലിഡ് ടൈറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. VTMിന്റെ ലിഡ് ടൈറ്റ് ആയി ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ടൈറ്റ് ആയി ക്ലോസ് ചെയ്തില്ലെങ്കിൽ പിന്നീട് നിങ്ങൾ എന്ത് പ്ലാസ്റ്റർ ഒട്ടിച്ചാലും അത് ലീക്ക് ചെയ്യും. അങ്ങനെ ലീക്ക് ചെയ്താൽ രണ്ട് ബുദ്ധിമുട്ടാണ്. ഒന്ന്, പേഷ്യന്റിന് റിസൾട്ട് കിട്ടുന്നില്ല, റിസൾട്ടിന് വരില്ല, വീണ്ടും ചെയ്യേണ്ടി വരും. രണ്ട്, ഇത് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ മൈക്രോബയോളജി ലാബിലെ നമ്മുടെ സഹപ്രവർത്തകർ, അവർക്ക് ഇൻഫെക്ഷൻ കിട്ടാൻ നമ്മൾ കാരണമാവുകയാണ്, നമ്മുടെ ഒരു ചെറിയ അശ്രദ്ധ കാരണമാവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ പോയിന്റും ശ്രദ്ധിക്കണം. VTMിലേക്ക് കംപ്ലീറ്റ് ഇമ്മേഴ്സ് ചെയ്തിരിക്കണം. അതിന്റെ കട്ട് ചെയ്യുമ്പോൾ ഒരു തുള്ളി പോലും ആ ട്യൂബിന്റെ പുറമേക്ക് നിൽക്കാത്ത രീതിയിൽ തന്നെ കട്ട് ചെയ്യണം, അല്ലെങ്കിൽ പൊട്ടിക്കണം. അത് കഴിഞ്ഞാൽ ലിഡ് ടൈറ്റായി ക്ലോസ് ചെയ്യുന്നു. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യന്റിന്റെ പേരും വയസ്സും ഡേറ്റും എഴുതിയ ലേബൽ അപ്പോൾ തന്നെ ആ VTMിന്റെ മുകളിൽ ഒട്ടിക്കണം. അത് കഴിഞ്ഞാൽ നിങ്ങൾ വെർട്ടിക്കലി ആ VTM വെക്കും. എപ്പോഴും VTM വെർട്ടിക്കലി നമ്മൾ വെക്കുന്നുള്ളൂ, ഒരിക്കലും അത് കിടത്തി വെക്കാൻ പാടില്ല. വെർട്ടിക്കലി വെക്കുന്നു. അത് കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ഹാൻഡ് ക്ലീൻ, സാനിറ്റൈസർ വെച്ച് ക്ലീൻ ചെയ്യുന്നു, ഗ്ലൗസും മാറ്റുന്നു. ഓരോ സ്വാബ് എടുത്തു കഴിഞ്ഞാലും ഗ്ലൗസ് മാറ്റണം എന്നാണ് ശരി. അതാണ് ശരിയായ പ്രോട്ടോകോൾ. അപ്പൊ ഇതാണ് നെയ്സോഫാരിഞ്ചൽ സ്വാബ്. എനിക്ക് ഞാൻ ഏറെക്കുറെ എല്ലാ പോയിന്റും ടച്ച് ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ നെയ്സോഫാരിഞ്ചൽ സ്വാബ് എടുക്കുന്നത്. ത്രോട്ട് സ്വാബ് ആണ് ഞാൻ അടുത്ത. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം ത്രോട്ട് സ്വാബ് എടുക്കുമ്പോൾ, ത്രോട്ട് സ്വാബ് എടുക്കുന്ന സമയത്ത് നമ്മൾ സ്വാബ് എടുക്കുന്ന സ്വാബ് സ്റ്റിക്ക് ഒക്കെ സെയിം തന്നെയാണ്. ചിലപ്പോൾ ത്രോട്ട് സ്വാബിനായിട്ട് സ്വാബ് സ്റ്റിക്ക് ഇടയ്ക്ക് വരാറുണ്ട്. അല്ലെങ്കിൽ എടുക്കുമ്പോൾ രണ്ട് ടോൺസിലർ ഫോസയിൽ നിന്നും പോസ്റ്റീരിയർ ഫാരിഞ്ച്, ഇപ്പൊ ആ ചിത്രത്തിൽ കാണുന്ന ജൂലയുടെ താഴെയുള്ള സൈഡിലുള്ള കളർ, അതാണ് പോസ്റ്റീരിയർ ഫാരിഞ്ചൽ വാൾ. രണ്ട് ടോൺസിലുണ്ട്. ടോൺസിലർ ഫോസയിൽ നിന്നും പോസ്റ്റീരിയർ ഫാരിഞ്ചൽ വാളിൽ നിന്നുമാണ് നമ്മൾ ത്രോട്ട് സ്വാബ് എടുക്കേണ്ടത്. നമ്മൾ പലപ്പോഴും ഈ ത്രോട്ട് സ്വാബിന്റെ ബുദ്ധിമുട്ട് പേഷ്യന്റിനുണ്ടാകുന്ന ഗ്യാഗ് റിഫ്ലക്സ് ആണ്. പേഷ്യന്റ് വല്ലാണ്ട് അതിന് ഛർദ്ദിക്കാൻ വരും. മറ്റൊന്ന്, നമുക്ക് എത്ര ടോർച്ച് അടിച്ചു തന്നാലും ഓറോഫാരിങ്സ് കംപ്ലീറ്റ് വിഷ്വലൈസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ടങ് ഡിപ്രസർ ഉപയോഗിച്ച് പേഷ്യന്റ് ടങ് താഴ്ത്തി നോക്കിയാൽ പോലും വിഷ്വലൈസേഷൻ നന്നായി കിട്ടിക്കൊള്ളണമെന്നില്ല. നേരെ മറിച്ച് വിസ്ക് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ത്രോട്ട് സ്വാബ് എടുക്കാൻ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ഈസിയാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ത്രോട്ട് സ്വാബ് സെൻസിറ്റിവിറ്റി കമ്പയർഡ് ടു നെയ്സോഫാരിഞ്ചൽ സ്വാബ് ത്രോട്ട് സ്വാബിന് കുറവാണ്. പുതുതായി വരുന്ന ആന്റിജൻ ടെസ്റ്റിംഗ് അവർ സജസ്റ്റ് ചെയ്യുന്നത് തന്നെ നെയ്സോഫാരിഞ്ചൽ സ്വാബാണ്. അതുകൊണ്ട് എന്റെ സജഷൻ കഴിവതും നെയ്സോഫാരിഞ്ചൽ സ്വാബ് എടുക്കണം എന്നാണ്. ഇപ്പൊ ഗ്യാഗ് റിഫ്ലക്സ് പറഞ്ഞതുപോലെ നെയ്സോഫാരിഞ്ചൽ സ്വാബിന്റെ ഒരു കോംപ്ലിക്കേഷൻ എന്നല്ല, ഒരു ബുദ്ധിമുട്ട് പേഷ്യന്റ് തുമ്മലാണ്. പക്ഷേ ഞാൻ ധാരാളം സ്വാബ് എടുത്തിട്ടും എന്താ പറയാ, ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു 5 താഴെ പേഷ്യൻസ് മാത്രമേ തുമ്മിയിട്ടുള്ളൂ. അത് എന്താണെന്നറിയില്ല. അപ്പം ഞാൻ പഠിപ്പിച്ച എന്റെ കൂടെയുള്ള സ്റ്റാഫ് നഴ്സുമാർ എടുക്കുമ്പോഴൊന്നും തുമ്മൽ ഞാൻ ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന പേഷ്യൻസിൽ പോലും തുമ്മൽ കണ്ടിട്ടില്ല. അപ്പൊ വലിയ പ്രശ്നമില്ല. ചില പേഷ്യൻസ് 1-2 വട്ടം ചുമക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ സർജിക്കൽ മാസ്ക് അവർക്ക് കൊടുക്കണം എന്നുള്ള കാര്യം. സോ എനിവേ, ത്രോട്ട് സ്വാബ് എടുക്കുമ്പോൾ 2 ടോൺസിലർ ഫോസയിൽ നിന്നും പോസ്റ്റീരിയർ ഫാരിഞ്ചൽ വാളിൽ നിന്നും എടുക്കണം. പാലറ്റിൽ നിന്നോ ടങ്ങിൽ നിന്നോ എടുത്തിട്ട് കാര്യമില്ല, കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല. പിന്നീട് ഈ ഫോട്ടോയിൽ ഞാൻ ത്രോട്ട് സ്വാബിന് വേണ്ടി എടുത്താണ്. ഇത് ടങ് ഡിപ്രസർ ആണ്. നിങ്ങൾക്ക് ഡിസ്പോസിബിൾ ടങ് ഡിപ്രസർ ഉണ്ടെങ്കിൽ നല്ലത്. അതല്ല, ENT OP-യിലൊക്കെ ഉപയോഗിക്കുന്ന ടങ് ഡിപ്രസർ ആണെങ്കിൽ, ഈ ടങ് ഡിപ്രസർ ഉപയോഗിക്കുമ്പോൾ ഞാൻ ഇവിടെ പറയുന്നത് ENT സർജൻസിനല്ല, നിങ്ങൾക്ക് ബാക്കി എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്നാലും നിങ്ങൾ പണ്ട് പഠിച്ച പോയിന്റ് ഞാൻ മെൻഷൻ ചെയ്യാണ്. ടങ് ഡിപ്രസർ V ഷേപ്പാണ്. ഇതില് വിയുടെ ഒരു ലിംബ് പരന്നിട്ടും ഒരു ലിംബില്, ഇപ്പൊ എന്റെ കൈയിന്റെ ചെറുവിരലിനോട് ഏറ്റവും താഴത്തെ ചെറുവിരലിൽ നിൽക്കുന്ന ഭാഗം അത് ഇത്തിരി വളഞ്ഞിട്ടാണ്. അതാണ് സർജൻ അല്ലെങ്കിൽ ഡോക്ടർ പിടിക്കേണ്ട ഭാഗം. ഞാൻ പറയുന്ന ഒരു സില്ലി പോയിന്റ് ആണെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും MBBS കഴിഞ്ഞത് മറന്ന ആളുകൾ ഉണ്ടായിരിക്കും. അവരോട് കേൾക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്.
നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാഫ് നഴ്സിനെ പഠിപ്പിക്കുമ്പോൾ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഒരിക്കലും ആ മറ്റേ ഭാഗം നമുക്ക് പിടിക്കാനുള്ളതാണ്, പേഷ്യന്റ് നാവിൽ വെക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗം നമ്മൾ റീയൂസ് ചെയ്യുമ്പോൾ നമ്മൾ പോയി പിടിക്കാൻ പാടില്ല. നമ്മൾ പിടിക്കേണ്ട ഭാഗം ആ അറ്റം വളഞ്ഞിട്ടുള്ള എല്ലാ ടങ് ഡിപ്രസറിനും ഒരു ഭാഗം വളഞ്ഞിട്ടായിരിക്കും. അതാണ് നമ്മൾ ഹോൾഡ് ചെയ്യേണ്ട ഭാഗം. സില്ലി പോയിന്റ് ആണെങ്കിലും അറിയാത്തവർക്ക് അത് ഉപകരിക്കുമെന്ന് മറന്നവർക്ക് ഉപകരിക്കുമെന്ന് കരുതി ഞാൻ പറഞ്ഞു. സോ ത്രോട്ട് സ്വാബിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ത്രോട്ട് സ്വാബ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇതിലേക്ക് തന്നെ മാറ്റുക. ഈ ഒരു പേഷ്യന്റിന് ആ ത്രോട്ട് സ്വാബ് എടുക്കുന്ന സമയത്ത് എത്ര ടോർച്ച് അടിച്ച് തന്നാൽ പോലും പേഷ്യന്റിന്റെ ഓറോ ഫാരിങ്സ് കാണാനുള്ള സാധ്യത കാണുമായിരിക്കും. പക്ഷെ ചില പേഷ്യൻസിന് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നേസോ ഫാരിഞ്ചൽ സ്വാബാണ്. നിങ്ങൾ പക്ഷെ ഏതാണോ നിങ്ങളുടെ സൗകര്യം, എല്ലാവർക്കും ഓരോ രീതിയിൽ പറ്റുമായിരിക്കും, അത് എടുത്തുകൊള്ളുക. സോ നമ്മൾ ഫോം ഫില്ല് ചെയ്തു, നമ്മൾ സ്വാബ് എടുത്തു. സ്വാബ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നമുക്ക് പാക്കിംഗ് ആണ്. ഇത് പലപ്പോഴും നമ്മുടെ ലാബ് ടെക്നീഷ്യൻ ചെയ്യുന്നതാണ്. ഈ ടോപ്പിക് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം ഈ ഭാവിയിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ലാബ് ടെക്നീഷ്യൻ പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ വരും. ഇപ്പൊ ലാബ് ടെക്നീഷ്യൻ പറഞ്ഞു കൊടുക്കുമ്പോൾ പലപ്പോഴും ലാബ് ടെക്നീഷ്യൻ അറിയുമെങ്കിലും അവർ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ ഇതിലുണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മളൊന്ന് അവെയർ ആക്കും. നമ്മുടെ ജോലി അല്ല ഇത്. എങ്കിൽ പോലും ഒരു കൊറോണ ഇത്രയും പടർന്നു പിടിക്കുന്ന സമയത്ത് ഇത് എന്റെ ജോലി, അത് മറ്റൊരാളുടെ ജോലി എന്ന് ചിലപ്പോൾ നമുക്ക് നോക്കിയിരിക്കാൻ സാധിക്കില്ല. എല്ലാത്തിനും നമ്മൾ ഇടപെടേണ്ടി വരും. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. സ്വാബ് പാക്കിംഗ് ട്രിപ്പിൾ ലെയർ പാക്കിംഗ് ആണ്. വെർട്ടിക്കൽ, ട്രിപ്പിൾ ലെയർ പാക്കിംഗ്, ഈ രണ്ട് വാക്ക് നിർബന്ധമാണ്. ഇറ്റ് ഷുഡ് ബി വെർട്ടിക്കൽ, ഷുഡ് ബി ട്രിപ്പിൾ ലെയർ. ഒരു ഐസ് ലൈൻഡ് തെർമോകോൾ ബോക്സിൽ നമ്മുടെ കോൾഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി 4 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മുടെ RT-PCR നമ്മൾ സ്വാബ് അയക്കേണ്ടത്. 4 ഡിഗ്രി സെൽഷ്യസിൽ അയക്കുന്നതിന് വേണ്ടി തെർമോകോൾ ബോക്സിന്റെ 4 ഭാഗത്തും ഐസ് പാക്കുകൾ വെച്ചിട്ടാണ് നമ്മൾ ഇത് അയക്കുക. പറ്റുമെങ്കിൽ സ്വാബിന്റെ ഏറ്റവും മുന്നേ ഫോട്ടോ കാണിക്കാം. സോ ഇതിന് വേണ്ട സാധനങ്ങളാണ് അടുത്തതായി ഫോട്ടോയിലുള്ളത്. പാക്കിങ്ങിന് വേണ്ടത് അതിൽ ഇടത് ഭാഗത്ത് കാണുന്നത് ഇത് വെക്കാനുള്ള പാക്കറ്റുകളാണ്. അതിന് പുറമെ പിന്നീടുള്ളത് പാരാഫിലിമാണ്. ഇത് ഒട്ടിക്കാൻ വേണ്ട പാരാഫിലിം നമ്മൾ കയ്യിൽ വെച്ചേ പറ്റൂ. മൂന്നാമതായിട്ട് കാണുന്നത് ടിഷ്യൂ പേപ്പറാണ്, ടിഷ്യൂ റോളാണ്. സോ നമ്മുടെ ഈ പാക്കറ്റിലേക്ക് പേഷ്യന്റിന് നമ്മൾ ഫസ്റ്റ് തന്നെ ആദ്യ സ്റ്റെപ്പായിട്ട് VTM-ലേക്ക് നമ്മൾ മാറ്റിക്കഴിഞ്ഞു. നമ്മുടെ കയ്യിലുള്ള ഇടത് ഭാഗത്തുള്ള ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും. VTM-ൽ വെച്ചതിന് ശേഷം നമ്മൾ ലേബൽ ഒട്ടിച്ചതിന് ശേഷം വെച്ചിട്ടുള്ള ഒരു VTM ആണ് അവിടെ ഇരിക്കുന്നത്. ആ VTM-ല് ഫസ്റ്റ് ചെയ്യേണ്ടത് തൊട്ട് മുമ്പ് കാണിച്ച പാരാഫിലിം, നടുവിൽ കാണുന്ന പാരാഫിലിമാണ്. ഈ പാരാഫിലിം ഉപയോഗിച്ചിട്ട് നമ്മൾ പാരാഫിലിം ചെറിയ കഷ്ണം, ഒരു ചെറിയ നീളത്തിൽ, ഒരു 5 സെന്റിമീറ്റർ നീളത്തിൽ വെട്ടിയെടുത്തിട്ട് ടൈറ്റ് ആയിട്ട് ആ ലിഡിന് ചുറ്റും ഒട്ടിക്കുകയാണ്. ആ ലിഡിന് ചുറ്റും അത് ടൈറ്റായി ഒട്ടിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ കൊടുത്തുള്ള നമ്മൾ ലേബൽ ഒട്ടിച്ച VTM-നെ പാരാഫിലിം കൊണ്ട് ഒട്ടിക്കുന്നു. ഒട്ടിച്ചതിന് ശേഷം ആ VTM-നെ നമ്മൾ നേരത്തെ ഒരു റോള് പറഞ്ഞു, സാധാരണ ടിഷ്യൂ റോൾ പറഞ്ഞു. ടിഷ്യൂ റോളിൽ നിന്നും ഒരു നീളത്തിൽ ഒരു ടിഷ്യൂ പേപ്പറിന്റെ കഷ്ണം മുറിച്ചെടുക്കുക. അത് 2ആയി മടക്കിയിട്ട് അതിൽ നമ്മുടെ VTM വെക്കുകയാണ്. ഈ VTM വെച്ചതിന് ശേഷം VTM-നെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്യുകയാണ്. VTM-നെ ടിഷ്യൂ റോളിൽ പേപ്പറിൽ ആ ടിഷ്യൂ കഷ്ണത്തിൽ വെച്ചതിന് ശേഷം അതിനാൽ ടിഷ്യൂ പേപ്പർ മടക്കി 4 ഭാഗവും മടക്കി കംപ്ലീറ്റ് ടിഷ്യൂ പേപ്പറിൽ കവർ ചെയ്യുന്നു. ഇങ്ങനെ കവർ ചെയ്തതിന് ശേഷം നമ്മുടെ സിപ്പ് പാക്കറ്റിലേക്ക് വെക്കുകയാണ്. ഈ നമ്മുടെ ഈ പാക്കറ്റിൽ വെച്ച് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ ഓഫ് പാക്കിംഗ്. ഈ സിപ്പ് പൗച്ചിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ ആ സിപ്പ് പൗച്ചിനെ നന്നായിട്ട് കവർ. ഇപ്പോൾ എന്റെ ഇടത് ഭാഗത്ത് കാണുന്ന ഫോട്ടോയില് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണും, ഫസ്റ്റ് സിപ്പ് പാക്കറ്റിൽ വെച്ചതിന് ശേഷം വീണ്ടും അതേപോലെ അത് ഫസ്റ്റ് ലെയർ ആണ്. VTM-നെ ആദ്യം നമ്മൾ ലേബൽ ഒട്ടിച്ച് നമ്മൾ പാരാഫിലിം കൊണ്ട് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ടിഷ്യൂ റോൾ കൊണ്ട് കവർ ചെയ്യുന്നു. ടിഷ്യൂ റോൾ കൊണ്ട് കവർ ചെയ്തതിനെ ഒരു സിപ്പ് പൗച്ചിലേക്ക് മാറ്റുന്നു. ഫസ്റ്റ് സിപ്പ് പൗച്ചിലേക്ക് മാറ്റി. അത് മാറ്റിയതിനു ശേഷം ആ സിപ്പ് പൗച്ചിനെ അതേപോലത്തെ മറ്റൊരു അതേ വലിപ്പത്തിലുള്ള 2ാമത്തെ സിപ്പ് പൗച്ചിലേക്ക് മാറ്റുകയാണ്. സോ 2ാമത്തെ ലെയർ അതാണ്. ആദ്യത്തെ ലെയർ ഒരു സിപ്പ് പൗച്ചിലേക്ക് മാറ്റി, 2ാമത്തെ വീണ്ടും ഒരു സിപ്പ് പൗച്ചിലേക്ക് മാറ്റുന്ന കൂടി 2ാമത്തെ ലെയർ കഴിഞ്ഞു. അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. എന്റെ ഇടത് ഭാഗത്തുള്ള ഇപ്പൊ സ്ക്രീനിന്റെ ഇടത് ഭാഗത്ത് കാണുന്ന ഫോട്ടോയില് ആ VTM അത് ടിഷ്യൂവിൽ കവർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ നിങ്ങൾ വേറെ ഒരു സിപ്പ് പാക്കറ്റ് ഉണ്ട്, അത് വേറെ ഒരു 2ാമത്തെ സിപ്പ് പൗച്ചിന്റെ ഉള്ളിലാണ് കിടക്കുന്നത്. അതായത് ഇപ്പോൾ ആ VTM ഇരിക്കുന്നത് നെറ്റ് ഇഫക്റ്റ് 2 സിപ്പ് പാക്കറ്റിന്റെ ഉള്ളിലാണ്. നമുക്ക് നന്നായിട്ട് അത് ഞെക്കി ഒട്ടിക്കാൻ പറ്റും. ഇനി ഇങ്ങനത്തെ കുറെ പൗച്ചുകൾ ഉണ്ടാക്കിയത് ഇങ്ങനെ കുറെ VTM സാമ്പിളുകൾ എടുക്കാം. 20 അല്ലെങ്കിൽ 30 അല്ലെങ്കിൽ 15 എത്രയോ എടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി വലിയ ഒരു സിപ്പ് പാക്കറ്റിലേക്ക്
സിപ്പ് പൗച്ചിലേക്ക് മാറ്റുകയാണ്. ഇതാണ് മൂന്നാമത്തെ ലെയർ. അപ്പം നെറ്റ് ഇഫക്റ്റ് നമ്മൾ എടുത്ത ഒരു VTM 3 ലെയർ പാക്കിന്റെ ഉള്ളിലായിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ലെയർ വെച്ചു, സിപ്പ് പൗച്ചിലേക്ക് വെച്ചു, അതിനെ അതേപോലത്തെ വീണ്ടും ഒരു സിപ്പ് പൗച്ചിലേക്ക് വെച്ചു, അങ്ങനെ 2 ലെയർ സിപ്പ് പൗച്ചുള്ള കുറെ എണ്ണത്തിനെ ഒരു വലിയ സിപ്പ് പൗച്ചിലേക്ക് വെച്ചു, സിപ്പ് പാക്കറ്റിലേക്ക് വെച്ചു. അതാണ് ഇപ്പൊ നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്നത്. അതാണ് മൂന്നാമത്തെ ലെയർ. ഈ ഇങ്ങനെ വെച്ചതിനെ പിടിച്ചിട്ട് ഇപ്പൊ നിങ്ങളുടെ റൈറ്റ് സൈഡിലുള്ള ഫോട്ടോയില് മൂന്നാമത്തെ ലെയറും കഴിഞ്ഞ കുറെ സാമ്പിൾ, ഓരോന്നിന്റെ ഉള്ളിലും 20 എണ്ണം വീതം ഉണ്ടായിരിക്കും. ഇപ്പൊ എന്റെ തെർമോകോൾ ബോക്സിന്റെ ഉള്ളിൽ 60 VTM ഉണ്ട്. ഓരോ VTM നെറ്റ് ഇഫക്റ്റ് 3 പാക്കറ്റിന്റെ ഉള്ളിലാണ്. ഇതാണ് ട്രിപ്പിൾ ലെയർ പാക്കിംഗ്. എല്ലാം വെച്ചുള്ളത് വെർട്ടിക്കലാണ്. നിങ്ങളുടെ സ്ക്രീനിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഫോട്ടോ അടിഭാഗം ശ്രദ്ധിച്ചാൽ കാണുമോ എനിക്കറിയില്ല. അതിൽ ഐസ് പാക്കറ്റുകളുണ്ട്. അതായത് തെർമോകോൾ ബോക്സിന്റെ 4 സൈഡിലും ഐസ് ക്യൂബുകൾ, ഐസ് പാക്കറ്റുകൾ വെച്ചതിന് ശേഷം ഈ VTM വെച്ചിട്ടുള്ള പാക്കറ്റുകൾ വെർട്ടിക്കലി വെക്കുന്നു. ഈ പാക്കറ്റുകളുടെ ഇടയിൽ കോട്ടൺ വെക്കാം, ടിഷ്യൂ റോഡ് കൊണ്ട് ടൈറ്റ് ആയിട്ട് വെക്കാൻ, ഇത് ഇളകി വീഴാതിരിക്കാൻ വേണ്ടി. ഈ 4 ഭാഗത്തും ഐസ് പാക്കറ്റുകൾ വെച്ച് ടിഷ്യൂ സാമ്പിളുകൾ വെച്ചതിന് ശേഷം ഏറ്റവും മുകളിൽ ഒരു ഐസ് പാക്കറ്റ് കൂടി വെച്ചതിന് ശേഷമാണ് തെർമോകോൾ ബോക്സിനെ കവർ ചെയ്യുക. ഇപ്പൊ എന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഫോട്ടോയിൽ ഞാൻ തെർമോകോൾ ബോക്സിന്റെ അടപ്പ് വെച്ചിരിക്കുകയാണ്. ഇനി ചെയ്യേണ്ടത് തെർമോകോൾ ബോക്സിന്റെ ഈ അടപ്പും ആ തെർമോകോൾ ബോക്സും തമ്മിൽ ചേർത്ത് ഒട്ടിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ബ്രൗൺ ടേപ്പാണ്. നമ്മൾ കൊറിയർ സർവീസുകൾ അയക്കുമ്പോൾ, കൊറിയർ അയക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന അതേ ബ്രൗൺ ടേപ്പ്. ഈ ടേപ്പ് ഉപയോഗിച്ച് വേണം, ഇത് ലെഫ്റ്റ് സൈഡിലുള്ള ഫോട്ടോയിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആ ടേപ്പ് ഉപയോഗിച്ചിട്ടാണ് നന്നായിട്ട് ഈ തെർമോകോൾ ബോക്സിന്റെ ടോപ്പും ആ തെർമോകോൾ ബോക്സും തമ്മിൽ ഒട്ടിച്ചു വെക്കുന്നത്. ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം തെർമോകോൾ ബോക്സിന്റെ ടോപ്പില് ഒരു പേപ്പറിൽ നല്ല സ്കെച്ച് പേനുണ്ട്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര്, അതിന്റെ അകത്ത് എത്ര സാമ്പിൾ ഉണ്ട്, ഏതാണ് ഡേറ്റ്, ഇത് എഴുതിയ ഒരു പേപ്പർ ഒട്ടിച്ചു വെക്കണം. ഇത്രയും എഴുതിയ ഒരു പേപ്പർ ഇതിന്റെ മുകളിൽ തന്നെ ഒട്ടിച്ചു വെക്കണം. അടുത്തായി നമുക്ക് ചെയ്യാനുള്ളത്, ഇപ്പൊ നമ്മുടെ ബോക്സ് റെഡിയാണ്. നമ്മൾ സാമ്പിൾ അയക്കാനുള്ള ബോക്സ് നമ്മുടെ കയ്യിൽ റെഡിയായി കഴിഞ്ഞു. നമ്മൾ VTM കൊടുത്തു, ലാബ് ടെക്നീഷ്യൻ കൊടുത്തു കഴിഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ ഒരു പാക്ക് ചെയ്തു. പാക്കിങ്ങിന്റെ അവസാന സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി അവർക്ക് ചെയ്യാനുള്ളത്, നമ്മൾ ഫില്ല് ചെയ്ത ഫോമിന്റെ എണ്ണവും സ്വാബിന്റെ എണ്ണവും കറക്റ്റ് അല്ലേ എന്ന് ക്രോസ് ചെക്ക് ചെയ്യുകയാണ്. നിർബന്ധമായി ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണത്. നമ്മൾ എത്ര സ്വാബ് എടുത്തിട്ടുണ്ട്, ഇപ്പൊ ഇതിൽ എന്റെ ബോക്സിൽ 59 സ്വാബാണ്. അങ്ങനെയാണെങ്കിൽ 59 ഫോമും ഇല്ലേ എന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. അത് ഏറ്റവും നിർബന്ധമാണ്. കാരണം പലപ്പോഴും സംഭവിക്കുക 59 സ്വാബ് ഉണ്ടാവും, 50 ഫോമേ ഉണ്ടാവുള്ളൂ. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവരാകെ കൺഫ്യൂഷൻ ആവും. ആ ഒരു ദിവസത്തെ റിസൾട്ട് മുഴുവൻ പെൻഡിങ്ങിലാവും. അല്ലാതെ ഫോം ഇല്ലാത്ത 9 പേരുടെ അല്ല പെൻഡിങ്ങിലാവാം. 59 റിസൾട്ട് അവർ മാറ്റിവെക്കും. അവരിത് പ്രോസസ്സിങ്ങിന് വേണ്ടി എടുക്കുകയേ ഇല്ല. ഫോമിന്റെ എണ്ണം കറക്റ്റ് ആയിരിക്കണം. മറ്റൊന്ന്, 2 കോപ്പി, 2 സെറ്റ് ഫോമുകൾ വേണം. ഒരു സെറ്റ് 59 എന്റെ കയ്യിൽ, എന്റെ ഫോട്ടോയിൽ കാണുന്ന തെർമോകോൾ ബോക്സിലുള്ളത്. 59 എണ്ണത്തിന്റെ ഒരു സെറ്റ് DMOയിലേക്കും മറ്റൊരു സെറ്റ് ഇവിടേക്കും നമ്മുടെ ലാബിലേക്കും കൊടുക്കാൻ വേണ്ടി ഓരോ സിപ്ലോക്ക് പൗച്ചിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം അങ്ങനെ ഫോമുകൾ വെച്ചതിന് ശേഷം മാത്രമേ ഇത് അയക്കാൻ പാടുള്ളൂ. അതും ക്രോസ് ചെക്ക് ചെയ്യണം. ഞാനിവിടെ സ്ട്രെസ് എടുത്ത് പറയാൻ കാരണം, ചെറിയ ചെറിയ ഓരോ മിസ്റ്റേക്കും നമ്മുടെ റിസൾട്ടിനെയാണ് ബാധിക്കുന്നത്. സോ ഈ ഇതുവരെ പറഞ്ഞ പോയിന്റുകൾ ഒന്നുകൂടി പറയാണ്. ക്ലോസ് ദ VTM lid tightly, check for label, seal the cap with adhesive tape, wrap the VTM with a tissue paper, put it inside ziplock cover, pack in 3 layers. ഒരു സിപ്ലോക്ക് കവർ, അതിന് മറ്റൊരു സിപ്ലോക്ക് കവർ, അതിന് അങ്ങനത്തെ പലതിനെ കൂടി മൂന്നാമത്തെ സിപ്ലോക്ക് കവർ. കീപ് ഇൻസൈഡ് തെർമോകോൾ ബോക്സ് വെർട്ടിക്കലി, സീൽ വിത്ത് ബ്രൗൺ ടേപ്പ്. 2 സെപ്പറേറ്റ് കവറിലായിട്ട് എല്ലാ ഫോമും അയക്കുക. സോ നെക്സ്റ്റ്, അതിന്റെ ബോക്സിന്റെ മുകളിലെ ലേബലിംഗ് ഞാൻ പറഞ്ഞു. ഇനി വരുന്നത് പോസ്റ്റ്മോർട്ടത്തിന് മുമ്പ് അല്ലെങ്കിൽ ട്രൂനാറ്റ് സാമ്പിൾ. പോസ്റ്റ്മോർട്ടത്തിന് മാത്രമല്ല, കോവിഡ് സസ്പെക്ടിന്റെ ആന്റിനേറ്റൽ പേഷ്യൻസ് ആണെങ്കിൽ ട്രൂനാറ്റ് ആണ്. ട്രൂനാറ്റിനാണെങ്കിൽ നമ്മൾ സാമ്പിൾ എടുക്കുന്നത് സെയിം സ്വാബ് തന്നെയായിരിക്കും. പക്ഷെ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത തുടക്കത്തില്, ഇത് VTM-ൽ ഒരിക്കലും VTM-ൽ ഇട്ടുകൊണ്ട് ട്രൂനാറ്റിന് അയക്കരുത്. ട്രൂനാറ്റിന് അയക്കേണ്ടത് VLM ആണ്, വൈറൽ ലൈസിസ് മീഡിയം ആണ്. ഞങ്ങളുടെ ജില്ലയിൽ 2-3 തവണ വന്നൊരു അബദ്ധമാണ്. VTM-ൽ അറിയാതെ ചെറിയ മിസ്റ്റേക്ക് കാരണം VTM-ൽ അയച്ചു. വൈറൽ ട്രാൻസ്പോർട്ട് മീഡിയത്തിൽ ട്രൂനാറ്റ് റിസൾട്ട് കിട്ടില്ല. ആ പ്രതീക്ഷ നിൽക്കുകയേ വേണ്ട. പലപ്പോഴും ഓട്ടോപ്സിക്ക് വെയിറ്റ് ചെയ്ത് ബൈസ്റ്റാൻഡേഴ്സ് നിൽക്കുന്ന സമയമായിരിക്കും. 1 മണിക്കൂറിന്റെ റിസൾട്ട് കിട്ടുന്ന കരുതി നമ്മൾ കാത്തു നിൽക്കുമ്പോൾ, ഇൻക്വസ്റ്റ് വൈകി നിൽക്കുമ്പോൾ നമ്മൾ അയച്ചത് VTM-ലാണെങ്കിൽ ട്രൂനാറ്റ് റിസൾട്ട് കിട്ടില്ല. ട്രൂനാറ്റ് റിസൾട്ട് VLM ആണ്. ഒരിക്കലും മറക്കുക. വൈറൽ ലൈസിസ് മീഡിയം
എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും 5-6 എണ്ണം അത് വാങ്ങി വെക്കണം, സെപ്പറേറ്റ് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ എടുക്കുന്ന നെയ്സോഫാരിഞ്ചിയൽ സ്വാബ് അല്ല, നെയ്സൽ സ്വാബാണ്. നെയ്സൽ ക്യാവിറ്റിയിലേക്ക് സ്വാബ് ഇട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചു 10 സെക്കൻഡ് തിരിച്ചിട്ട് എടുത്താൽ മതി. ഓറോഫാരിങ്സ് ഒരിക്കലും നമുക്ക് എടുക്കാൻ പറ്റില്ല, റൈഗർ മോർട്ടിസ് വന്ന പേഷ്യന്റ് ആയിരിക്കും. സോ ഇത്രയുമാണ് നമ്മുടെ പോയിന്റുകളെല്ലാം ഞാൻ പറഞ്ഞത്. ഞാൻ പല പോയിന്റുകളും സ്ട്രെസ് കൊടുത്തത് പലപ്പോഴായി എനിക്ക് വന്ന മിസ്റ്റേക്സ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വന്ന മിസ്റ്റേക്സ് ആണ്. ഇതില് എല്ലാവരും നമ്മൾ എന്ന നിലയിൽ നിന്ന് മാറി നമ്മുടെ സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യണം. നമ്മുടെ ഓരോ സ്റ്റാഫിനെയും, അത് ഹെൽത്ത് ഇൻസ്പെക്ടറെ ആണെങ്കിലും നമ്മുടെ നഴ്സുമാരെ ആണെങ്കിലും എല്ലാവരും ഇതുപോലെ ട്രെയിൻ ചെയ്തെടുക്കണം. കാരണം നാളെ ഡോക്ടേഴ്സ് മാത്രം എടുത്താൽ തീരുന്ന അവസ്ഥയിൽ നമ്മൾ മാറും. എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കാൻ സാധിക്കും. നിങ്ങൾ ഈ പറഞ്ഞ ചില പോയിന്റുകൾ, ബാക്കി നിങ്ങളുടേതായ പോയിന്റുകൾ നിങ്ങൾക്ക് ഉണ്ടാവും, ആഡ് ചെയ്യുക. നിങ്ങൾ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞത് ഞാനും കറക്റ്റ് ചെയ്യാം. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഞാൻ ഇടുക്കി KGMയോട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു സാർ. വളരെ മനോഹരമായിട്ടൊരു ക്ലാസ് ആയിരുന്നു. കാരണം ഈ ക്ലാസ് കഴിഞ്ഞ് സാധാരണ വളരെയധികം ഡൗട്ട്സ് ഉണ്ടാകുന്നതാണ്. സാറിന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ആകപ്പാടെ 3 ഡൗട്ട്സ് ആകപ്പാടുള്ളൂ, അതും ഓൾമോസ്റ്റ് കവർ ചെയ്തതാണ്. സാറിന്റെ പ്രസന്റേഷൻ വളരെ നല്ലതായിരുന്നു. എല്ലാം വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഡൗട്ട്സിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ സാർ വളരെ കുറച്ച് 2-3 ഡൗട്ട്സ് ഒന്ന് ക്ലിയർ ചെയ്യണം. ഒരു ഡൗട്ട് ഉള്ളത് സ്വാബ് ടേക്കിംഗ് ഇൻ എ ഡെഡ് ബോഡി ആയിരുന്നു. സാർ അത് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ ഒരു ഡൗട്ട് വന്നേക്കുന്നത് വെദർ വി നീഡ് എ വിസ്ക് പ്രൊസീജിയർ. വിസ്കിൽ PPE ആവശ്യമുണ്ടോ സാറേ? ഇല്ല, വിസ്ക് N95 മാസ്ക് മതി. N95 പിന്നെ കാരണം വിസ്കിൽ ഗ്ലാസിന്റെ കവറിംഗ് ഉള്ളതുകൊണ്ട് നമ്മൾ സേഫാണ്. ആ പ്രൊസീജിയർ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ, കുറച്ച് ബുദ്ധിമുട്ട്, ടെക്നിക്കലി ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. പക്ഷെ നമ്മൾ സേഫാണ്. N95 മാസ്ക് ആണ്, ഗ്ലൗസും. സാറേ ഈ പാക്കിംഗ് ലാബ് ടെക്നീഷ്യൻ അല്ലേ ചെയ്തേ? അതെ, ലാബ് ടെക്നീഷ്യൻ. അപ്പോ ലാബ് ടെക്നീഷ്യനും PPE ആവശ്യമുണ്ടോ? വേണം, നിർബന്ധമായിട്ടും ലാബ് ടെക്നീഷ്യൻ PPE വേണം. അത് PPE ഇടാൻ അവർ PPE ഇടാതെ കയറരുതെന്ന് അവർക്ക് ഓർഡർ ഉണ്ട്. ഓക്കെ സാറേ, പിന്നെ ഒരു ഡൗട്ട് ഉള്ളത് നേസോഫാരിഞ്ചിലും ത്രോട്ട് സ്വാബും രണ്ടും എടുക്കണോ ഉള്ളതാണ്. വേണ്ട, തുടക്കത്തിൽ പണ്ട് മാർച്ച് മാസത്തിലൊക്കെ നമുക്ക് ഇതിന്റെ അവൈലബിലിറ്റി നന്നായിട്ട് ഉണ്ടായിരുന്നപ്പോ നമ്മൾ ത്രോട്ട് സ്വാബ്, നെയ്സൽ സ്വാബ്, നെയ്സോഫാരിഞ്ചിയൽ സ്വാബ് എടുത്ത സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് ഒരു ഇത് മാത്രമേ VTMA ഒരു പേഷ്യന്റിന് കിട്ടുന്നുള്ളൂ. അതിൽ നെയ്സോഫാരിഞ്ചിയൽ സ്വാബ് എടുത്താൽ മതി എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ത്രോട്ട് സ്വാബ് മാത്രം. നെയ്സോഫാരിഞ്ചിയൽ ആണെങ്കിൽ ഒരേ സമയം രണ്ട് മൂക്കൊന്നും എടുക്കാൻ ശ്രദ്ധിക്കാം. അപ്പൊ നമുക്ക് കുറച്ചൊരു വൈറൽ ലോഡ് കിട്ടും. ഓക്കെ സാർ, പിന്നെ ഒരു ഡൗട്ട് ഉള്ളത് വാട്ട് ഈസ് ദ അലൗഡ് ടൈം ഇന്റർവൽ ബിറ്റ്വീൻ സ്വാബ് കളക്ഷൻ ആൻഡ് റിസീവിംഗ് ഓഫ് ദ സാമ്പിൾ ഫോർ ട്രൂനാറ്റ്? 1 അവർ കൊണ്ട് ലാബിലേക്ക് എത്തണം. സ്വാബ് എടുത്ത് 1 അവർ കൊണ്ട് ലാബിലേക്ക് എത്തിക്കണം എന്നാണ് അവർ പറയുന്നത്. അത് പ്രത്യേകം പറയുന്നുണ്ട്. ആ 1 അവർ കൊണ്ട് റിസൾട്ടും തരും. ഓക്കെ സാറേ, ഡൗട്ട്സ് ഒക്കെ അത്ര തന്നെ ഉള്ളൂ. പക്ഷെ എനിക്കൊരു സജഷൻ ചോദിക്കാനുണ്ട് സാറേ. നമുക്ക് ഈ VTMന്റെ അവൈലബിലിറ്റി ഒക്കെ വളരെ കുറവാണ്. പക്ഷെ എങ്കിലും ഏതെങ്കിലും രീതിയിൽ നമുക്ക് നമ്മുടെ ഇന്റേണൽ ആയിട്ടൊരു റിസർച്ച് പോലെ നമുക്ക് ഒരേ പേഷ്യന്റ് നിന്ന് ഒരു നേസൽ ഫാരിഞ്ചൽ സ്വാബും ഒരു ത്രോട്ട് സ്വാബും സെപ്പറേറ്റ് അയച്ചിട്ട് അതിന്റെ സെൻസിറ്റിവിറ്റി എങ്ങനെയാന്ന് നമുക്ക് തന്നെ, നമ്മൾ ഇത്രയും ടെസ്റ്റ് ചെയ്യുന്നല്ലേ, നമുക്ക് തന്നെ ഒരു സ്റ്റഡി നടത്തിക്കൂടെ? അത് രവി പറഞ്ഞത് ഞാനും ആലോചിച്ച കാര്യമായിരുന്നു. ഞാൻ അതിലേക്ക് റെഡിയായി നിൽക്കുന്ന സമയത്ത് ഇപ്പൊ പാലക്കാട് ജില്ലയില് അടുത്ത ആരും ഗ്രൂപ്പിൽ ഉണ്ടാവില്ലെന്ന് കരുതുന്നു. ഇപ്പൊ സംഭവിക്കുന്നത് എന്താ അറിയോ രവി? 3 ഇല്ലാത്തതുകൊണ്ട് ഒരു എല്ലാവരും പൂൾഡ് സാമ്പിൾ മതി, പൂൾഡ് RT-PCR മതി എന്ന് പറഞ്ഞ് 0.5 ml സംഭവം പൂൾഡ് ആക്കാനല്ല, അവൈലബിൾ ചെയ്യുന്ന അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മോശം കുറവായതുകൊണ്ട്. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്നെ പ്രത്യേകിച്ച് സാറിനോട് ചോദിക്കാൻ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ സാർ, CHC ദേവികുളത്ത് നിന്നാണ്. അതില് വൈറൽ ലൈസിസ് മീഡിയം എന്ന് സാർ പറഞ്ഞില്ലേ, VLM, അത് എന്താണ് VTM ആയിട്ട് എന്താ ഡിഫറൻസ് എന്ന് സാർ? അത് ഡോക്ടറെ കാര്യം സത്യം പറഞ്ഞാൽ എനിക്ക് കൂടുതലൊന്നും അറിയില്ല. എനിക്ക് മൈക്രോബയോളജിക്കാർ പറഞ്ഞു തന്നതേ അറിയുള്ളൂ. ആ മീഡിയത്തിന്റെ വ്യത്യസ്തതയോട് എനിക്ക് അറിയില്ല. അവർ പറയുന്നത് അത് ലൈസിസ് മീഡിയമാണ്, അതുകൊണ്ട് അതിലെ ബഫർ അങ്ങനെയാണ് തോന്നുന്നത്. എന്താ എനിക്ക് ഫ്രാങ്കായിട്ട് പറഞ്ഞാൽ എനിക്ക് അറിയില്ല കേട്ടോ. അത് എങ്ങനെ ഡിഫറൻഷിയേറ്റ് സാർ? അത് ട്രൂനാറ്റ് നമുക്ക് സെപ്പറേറ്റ് തരും അവര്. ട്രൂനാറ്റിന് വേണ്ടിയിട്ട് നമ്മള് ഇത് വേണമെന്ന് പറഞ്ഞാല്, നമ്മുടെ സ്വാബ് എടുക്കാനുള്ള സെറ്റപ്പ് വേണമെന്ന് പറഞ്ഞാല്
നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഒരു 5 or 6 ട്രൂനാറ്റിനുള്ള സ്വാബ് സ്റ്റിക്കും പണ്ട് സെപ്പറേറ്റ് ഉണ്ടായിരുന്നു. ഈ VLM സെപ്പറേറ്റ് നമുക്ക് തരും. നമ്മള് കണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണ്ട, നമുക്ക് തന്നു വിടും. അപ്പൊ ഞാൻ ചോദിച്ചു, മൈക്രോബയോളജി ചോദിച്ചപ്പോൾ പറഞ്ഞു അത് VLM ആണ്, മറ്റേത് VTM ആണ്, അതാണ് ഡിഫറൻസ്, അതാണ് പറഞ്ഞത്. സാർ വേറൊരു ഡൗട്ട്, പോസ്റ്റ്മോർട്ടത്തിന് നേസോഫാരിഞ്ചിൽ ട്രൈ ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ? ഇല്ല, കുഴപ്പമില്ല. പക്ഷെ പലപ്പോഴും എന്താ അറിയോ, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് കഴിഞ്ഞ പേഷ്യന്റിനെ ഞാൻ ചെയ്തപ്പോൾ ബ്ലഡാണ് അതിനകത്ത് കൂടുതലും ബ്ലഡാണ് വരുന്നത്. ഈ സെക്രേഷൻസ് വന്നിട്ട് നേസോഫാരിഞ്ചിനെ അടിഞ്ഞിട്ട് വല്ലാണ്ട് കിട്ടുന്നത്. ഈ ബ്ലഡ് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് പറ്റിയ സംഭവം എന്താ അറിയോ, ഈ ബ്ലഡ് ആയി കഴിഞ്ഞപ്പോ ഞാനത് ഈ പറഞ്ഞ VLM കുറച്ചേ ഉണ്ടാവും. VLM ബ്ലഡ് ഉള്ള ഈ സാമ്പിളോട് വന്നപ്പോ VLM-ന്റെ അളവ് കൂടിപ്പോയി. കുറെ ഈ നമ്മുടെ ബ്ലഡും കൂടെ ഇതിലേക്ക് ചേർന്നപ്പോൾ അളവ് കൂടി. ഒരേ കളറും ആണല്ലോ, ബ്ലഡിന്റെ അതേ കളർ തന്നെ വന്നത്. അപ്പൊ ലാബിൽ നിന്ന് അവർ പറഞ്ഞു നിങ്ങൾ VTM-ൽ അത് അയച്ചല്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തു. അങ്ങനെ ഇൻസിഡന്റ് ഉണ്ടായി അവിടെ. അത് VTM-ൽ അയച്ചെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തു. ഒരു ടെസ്റ്റിങ്ങിന് എടുത്തത് പോലും ഇല്ല. ഈ നമുക്ക് ഈ ഓട്ടോപ്സി കാര്യമാകുമ്പോൾ അറിയാം, എല്ലാവർക്കും ഒരേപോലെ തന്നെയാണല്ലോ. ബൈസ്റ്റാൻഡേഴ്സ് വഴക്കുണ്ടാക്കാൻ കാത്തിക്കല്ലേ. ആ പേഷ്യന്റിന്റെ അടുത്ത് സ്വാബ് എടുക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ബന്ധുക്കളോ നാട്ടുകാരോ ആരും ഇല്ല. പക്ഷെ ഒരു വഴക്കുണ്ടാക്കാൻ വരുമ്പോ റിസൾട്ട് വൈകി എന്ന് പറഞ്ഞ് കുറെ പേര് വന്നിരുന്നു. അപ്പോ നേഴ്സിലായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഒന്ന്, നമ്മൾ VTM സ്വാബ് എടുക്കുമ്പോൾ സ്വാബ് എടുക്കുന്ന ടൈമും അതുപോലെ പാക്കിംഗ് നമ്മൾ VTM എടുക്കുന്ന ടൈമും കേൾക്കാം. ഹലോ, എനിക്ക് തോന്നുന്നു സാറേ നമ്മുടെ VTM-ല് സ്വാബ് എടുക്കുന്നതും അത് പാക്ക് ചെയ്യുന്ന ടൈമാണ്. സാർ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അത് VTM-ലേക്ക് ട്രാൻസ്ഫർ പെട്ടെന്ന് ചെയ്യാനേ ഉള്ളൂ. എന്തായാലും മാക്സിമം ഒരു 1 hour അതിനുള്ളിൽ നമ്മളത് ഐസ് ബോക്സിലേക്ക് മാറ്റണം. നമ്മൾ 20 സ്വാബ് എടുക്കണ്ടേ, 59 എടുക്കണ്ടേ? അതേ വെച്ചത് 59 സ്വാബ് എടുക്കുന്ന പാക്ക് ചെയ്യുന്നത്, ക്ലോസ് ചെയ്യുന്ന ബോക്സ് തെർമോക്കോളാ ചോദിച്ചത്. അപ്പൊ എത്ര ടൈമിൽ 1 hour വരെ സ്വാബ് നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ ലാബ് ടെക്നീഷ്യൻ സൈഡിൽ നിന്ന് പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. നമ്മളെടുത്ത് കഴിഞ്ഞിട്ടല്ല അവർ പാക്ക് ചെയ്യുന്നത്. കാരണം അവരും ഞാൻ നേരത്തെ ഡെസിഗ്നേറ്റഡ് ഏരിയ പറഞ്ഞല്ലോ, ആ ഏരിയയിൽ ഒരു സ്പേസിൽ ലാബ് ടെക്നീഷ്യൻ വിത്ത് PPE ഇരിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മളവിടെ എടുക്കുന്നതോട് കൂടി തന്നെ പാക്കിംഗ് ഒന്നിച്ച് ചെയ്യും. ഒരു മാക്സിമം 2 hour-നുള്ളിൽ അവരത് ഐസ് ബോക്സിനുള്ളിലേക്ക്, തെർമോക്കോൾ ബോക്സിനുള്ളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. ഇല്ല, കുഴപ്പമില്ല. സെക്കൻഡ് ഡൗട്ട്, ട്രൂനാറ്റ് സ്വാബ് എടുത്ത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ലാബിലേക്ക് 1 hour ട്രാൻസ്പോർട്ട് ചെയ്യുന്ന എങ്ങനെയാണ്? ഇതേപോലെ പാക്കിംഗ് എല്ലാം സെയിം. എങ്ങനെ കൊണ്ടുപോകുന്ന മീഡിയം കൊണ്ടുപോകാൻ ട്രിപ്പിൾ ആർ പാക്കിംഗ് വേണോ? നമ്മള് ട്രൂനാറ്റിന് ആകെ ഡിഫറൻസ് ഉള്ളത് സാറേ ഞാൻ പറയാം, ട്രൂനാറ്റും RT-PCR തമ്മിൽ ആകെ ഡിഫറൻസ് ഉള്ളത് അതിന്റെ ആ മീഡിയത്തിൽ മാത്രമാണ്. പിന്നെ അത് 1 മണിക്കൂർ കൊണ്ട് എത്തിക്കണം എന്നൊരു കാര്യത്തിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ബാക്കി പാക്കിംഗ് എല്ലാം സെയിം ആണ്. സെയിം പാക്കിംഗ്, സെയിം ട്രാൻസ്പോർട്ടേഷൻ. അതിന്റെ ഫോം ഫില്ല് ചെയ്യുന്നതിൽ വ്യത്യാസമുണ്ട്, പിന്നെ അതിന്റെ ആ മീഡിയത്തിലും വ്യത്യാസമുണ്ട്. അത്രേ ഉള്ളൂ. പേപ്പറിലല്ലേ ടിഷ്യൂ പേപ്പറിൽ അത് കൂട്ടിയാണ് 3 ഉദ്ദേശിക്കുന്നത്. അതല്ല, അത് കൂട്ടിയല്ല 3 ലെയർ. അത് ഞാൻ എണ്ണത്ത് കൂട്ടിയിട്ടില്ല. അത് കൂടാതെ 3 എണ്ണമാണ്. അത് കൂടാതെ 2 സിപ്ലോ കവറിൽ നമ്മുടെ ഒരു VTM ഇടുന്നുണ്ട്. ആദ്യം ഒരു സിപ്ലോ കവറിൽ, അതിന് വീണ്ടും ഒരു സിപ്ലോ കവറിൽ. അപ്പൊ 2 ലെയർ ആയില്ലേ? ഒരെണ്ണത്തിന് മാത്രം. അങ്ങനെ 2 സിപ്ലോ കവറിലിട്ട 20 VTM ആണ് 3ാമത്തെ സിപ്ലോ കവറിൽ ഇടുന്നത്. അതിൽ ഒരു സിപ്ലോ കവർ വലുത് ഒറ്റൊന്നും മതി. താങ്ക് യു.
വേറെ ആർക്കെങ്കിലും ഡൗട്ട്സ്? മെസ്സേജിൽ വേറെ ഡൗട്ട്സ്? ഹലോ സാറേ, ഇറ്റ് വാസ് ആൻ എക്സലന്റ് ക്ലാസ്. ഞാൻ സൈക്കാട്രിസ്റ്റ് ആണ്, ഞാൻ തൊടുപുഴ ജില്ലാ സൈക്കാട്രിസ്റ്റ്. അപ്പം ഇതുവരെ നമ്മൾ സ്വാബ് എടുത്തൊന്നും അത്ര കറക്റ്റ് ആയിട്ടുള്ള ടെക്നിക്ക് എല്ലാം ഇപ്പൊ ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ ത്രോട്ട് സ്വാബ് ആണ് ഇതുവരെ എടുത്തോണ്ടിരുന്നത്, എപ്പോഴും ത്രോട്ട് സ്വാബ് ആണ് കൂടുതൽ എടുത്തിരുന്നത്. അപ്പൊ നേസോഫറിഞ്ചൽ സ്വാബ് എടുക്കുന്നതാണ് കൂടുതൽ നമ്മുടെ ഭാഗത്തുനിന്ന് സേഫ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ സ്വാബ് എടുക്കുന്ന സമയത്ത് നമുക്ക് ആ മാസ്ക് വെച്ചുകൊണ്ട് തന്നെ നേസൽ സ്വാബ് എടുക്കാൻ, നേസോഫറിഞ്ചൽ സ്വാബ് എടുക്കാൻ പറ്റും. അപ്പൊ അത് കുറച്ചും കൂടി സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ ഒരു പിന്നെ എനിക്ക് തോന്നുന്നു ഈ വിസ്കിൽ വെച്ച് എടുക്കുമ്പം ഇത്രയും ഇതിപ്പം നമ്മള് പുറത്തുനിന്ന് എടുക്കുമ്പോൾ തന്നെ കുറച്ചൊരു ടെക്നിക്കലി ഡിഫിക്കൽട്ട് ആണ്. വിസ്കിൽ വെച്ച് എടുക്കുമ്പോൾ അത്രയും അത് തന്നെ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. വേറൊരു സംശയം എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ ഇപ്പൊ ഈ ക്രോസ് വെന്റിലേഷൻ ഉള്ള ഒരു റൂം സ്വാബ് എടുക്കാൻ അവൈലബിൾ അല്ലെങ്കിൽ ഒരു ഓപ്പൺ ഏരിയ എടുക്കുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? ഒരു കാർ പോർച്ച് പോലുള്ള ഒരു സ്ഥലം അതാണെങ്കിൽ എങ്ങനെയായിരിക്കും? പക്ഷെ ആ ഓപ്പൺ ഏരിയ കുറച്ച് ദൂരെ ആയിരിക്കണം. കാരണം ബാക്കി പബ്ലിക്കോ നമ്മുടെ മറ്റു സ്റ്റാഫോ PPE ഒന്നും ഇടാതെ വരുന്ന ഒരു ഏരിയ ആവാൻ പാടില്ല. കാരണം നമ്മളെ പോലും അറിയാതെ അവിടെ എത്തുകയാണെങ്കിൽ റിസ്ക് ആയി പോകും. ഇപ്പൊ പുതിയ സ്റ്റഡി പറയുന്ന എയറോസോളിലൂടെ സ്പ്രെഡ് ഉണ്ടെന്നല്ലേ. അതെ, ഇപ്പൊ നമുക്ക് അവിടെ ഒരു ക്രോസ് വെന്റിലേഷൻ ഉള്ള ഒരു റൂം അവൈലബിൾ അല്ലെങ്കിൽ അത് ശരിക്കും റിസ്ക് അല്ലേ? ബിക്കോസ് അടുത്ത പേഷ്യന്റ് നമുക്ക് മാത്രമല്ല, നമ്മൾ PPEയും N95 മാസ്ക് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു നെക്സ്റ്റ് ഒരു പേഷ്യന്റ് വരുമ്പോൾ ആ പേഷ്യന്റ് ഒരു പേഷ്യന്റ് സ്വാബ് എടുത്തു കഴിഞ്ഞിട്ട് അടുത്തൊരു പേഷ്യന്റ് വരുമ്പോൾ ആ പേഷ്യന്റ് റിസ്ക് ആണ്. അതേപോലെ ഇതിന്റെ എൻട്രി എക്സിറ്റ് അങ്ങനത്തെ ഒരു ഇതുണ്ട്. അപ്പൊ ഞാനിപ്പോ ഒരാൾ അയച്ച ഒരു ഇതില് ഒരു ഗൈഡ് ലൈനിൽ ഇങ്ങനെ നമുക്ക് ഐഡിയലി ഇതിനൊരു 4 എക്സിറ്റ് വേണമെന്ന് പറഞ്ഞത്. അത് ഒരു പേഷ്യന്റിന് വരാൻ ഒരു ഡോറ്, പേഷ്യന്റ് പുറത്തേക്ക് പോകാൻ വേറൊരു ഡോറ്, സ്റ്റാഫിന് വരാൻ ഒരു ഡോറ്, സ്റ്റാഫിന് പുറത്തേക്ക് പോകാൻ വേറൊരു ഡോർ, അങ്ങനെ 4 ഡോർ വേണമെന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് പോകുന്ന വഴി ഇറങ്ങി പോകുന്ന വഴി കൂടെ തന്നെ അടുത്ത പേഷ്യന്റ് കയറി വരുവാണെങ്കിൽ അയാൾക്ക് ഇൻഫെക്ഷൻ കിട്ടാനുള്ള ഒരു ചാൻസ് ഇല്ലേ? ശരിയാണ് ശരി, കറക്റ്റ് ആണ്. ഇതില് ഞങ്ങളുടെ മണ്ണാർക്കാട് ഹോസ്പിറ്റലില് ദൈവം സഹായിച്ച് 3 എൻട്രൻസ് എക്സിറ്റ് പോയിന്റുകളുണ്ട്, 4ാമത്തെ ഇല്ല. സ്റ്റാഫിന് വരാനും പോവാനും ഓരോന്നുണ്ട്. അത് ഉണ്ടാക്കിയതൊന്നല്ല, എടുത്ത സ്ഥലത്ത് എന്താ പറയാ, ഭാഗ്യത്തിന് അങ്ങനെ ഒരു സ്ഥലമായിപ്പോയി. ഞങ്ങൾക്ക് അത്ര വലിയ സൗകര്യമുള്ള ഹോസ്പിറ്റലൊന്നും അല്ല ഞങ്ങളത്. പക്ഷെ അതെങ്ങനെയോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് കിട്ടി. പേഷ്യൻസിന് വരാനും പോകാനും പക്ഷെ ഒരു പോയിന്റ് തന്നെ ഉള്ളൂ. അത് ഓൾറെഡി നമ്മളെല്ലാം പണ്ടേ പണിത് വെച്ചിരിക്കുന്ന ഇതില്ലാതെ ഇടിച്ചു വിളിക്കാനൊന്നും പറ്റത്തില്ല. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളപ്പോൾ നമ്മള് ഒരു ഓപ്പൺ ഏരിയയിൽ ഒരു എടുക്കുന്നതല്ലേ കുറച്ചും കൂടെ സേഫ്? ഓപ്പൺ ഏരിയ കുഴപ്പമില്ല, പക്ഷെ ഇതാണ് ബുദ്ധിമുട്ട്. നമ്മള് അവിടേക്ക് നമ്മുടെ ആളുകള് നമ്മൾ ഈ സ്വാബ് എടുക്കുന്ന സമയമൊക്കെ കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നടന്നു പോകുന്ന ഏരിയ ആണെങ്കിൽ നമുക്ക് റിസ്ക് ആണ്. നമ്മുടെ കാര്യം നോക്കാൻ വേറെ ആരും ഉണ്ടാവില്ല, നമ്മുടെ ആ റിസ്ക് ഉണ്ടാവും. താങ്ക് യു നല്ല ക്ലാസ്. ഞാൻ സാറിന്റെ ഹൗസ് തന്നെയായിരുന്നു കോട്ടയത്ത്. എനിക്കറിയാം, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സാറേ വേറൊരു ഡൗട്ട് ഉള്ളത് സാറേ, ഈ ട്രൂനാറ്റ് പോസിറ്റീവ് ആയ പേഷ്യന്റിനെ പിന്നെ നമ്മള് RT-PCR വിടണ്ടേ? അങ്ങനെയാണ് സാറേ രണ്ടും ഒരേ സമയത്താണോ സാറേ സാമ്പിളിംഗ് എടുക്കണ്ടേ? പോസിറ്റീവ് ആയിട്ട് അല്ല, ഞാൻ പറഞ്ഞല്ലോ പോസിറ്റീവ് ആയ സാമ്പിൾ വൈറൽ ലൈസിസ് മീഡിയത്തിലല്ലേ പോസിറ്റീവ് ആയിട്ടുള്ളത് ആണ്. അതേ സമയത്ത് സെയിം ടൈമിൽ തന്നെ നമുക്ക് 2 സാമ്പിൾ എടുക്കാൻ പറ്റുമോ? അതോ എടുക്കാൻ പറ്റും, പക്ഷെ നമ്മളിപ്പോ ഒരു കോവിഡ് സസ്പെക്ട് ഒന്നും അല്ലാത്തൊരു പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ അങ്ങനെ വെറുതെ 2 സാമ്പിൾ എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ പിന്നീട് ആണെന്ന് അറിഞ്ഞാൽ മാത്രം പോയി എടുക്കാൻ പറ്റും. അപ്പൊ സാറേ ഒരു സംശയം ഒരാൾ ഉന്നയിച്ചത്, പോസ്റ്റ്മോർട്ടം പേഷ്യന്റിന് അഥവാ ട്രൂനാറ്റ് പോസിറ്റീവ് ആണ് പിന്നെ അത് ഫർദർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ട്രൂനാറ്റ് പോസിറ്റീവ് ആണെങ്കിൽ അത് കൺഫേം ചെയ്യണമെന്നുള്ളതല്ലേ? അത് കൺഫേം ചെയ്യണം എന്നാ പറയുന്നത്. അത് അവരുടെ ഗൈഡ് ലൈൻ അനുസരിച്ച് ഞാൻ ഗുജറാത്ത് സാറിനോട് സംസാരിച്ചിരുന്നു നമ്മുടെ. അപ്പൊ സാറ് പറഞ്ഞ വേണമെന്നാണ്, കൺഫേം ചെയ്തിട്ട് മതി. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, തൊണ്ടവേദന ഉള്ള ഒരാളുടെ ത്രോട്ട് സ്വാബ് എടുക്കണമെന്നുണ്ടോ? അല്ല, അങ്ങനെയില്ല സാറേ, അങ്ങനെയില്ല. ഇപ്പൊ തൊണ്ടവേദന ഒക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ്, ത്രോട്ട് പെയിൻ ഒരു സിംറ്റം ആണ്. സ്വാബ് ഇപ്പം നമ്മൾ പറയാം ഫസ്റ്റ് ഡിഫൻസ് അഡിനോയിഡ് ആണ്, അതുപോലെ തന്നെ പിന്നത്തെ ഡിഫൻസ് ആണ് ടോൺസിൽ നമ്മുടെ ബോഡിയുടെ. അപ്പം തൊണ്ടവേദന ഉണ്ടെങ്കിൽ അതൊക്കെ നെയ്സോഫാരിങ്സിൽ ഉണ്ടായിരിക്കും. എപ്പോഴും കൂടുതൽ ഉണ്ടാവാൻ ചാൻസ് നെയ്സോഫാരിങ്സ് ആണ് സ്റ്റഡീസ് പറയുന്നത്. ത്രോട്ട് സ്വാബ് നല്ലതാണെങ്കിൽ പോലും നമുക്ക് പലപ്പോഴും ടെക്നിക്കൽ ബുദ്ധിമുട്ടുണ്ടാവും സാറേ. നമ്മളത് ചെയ്യുമ്പോൾ ഈ ഒരു വിഷ്വലൈസേഷന് പ്രോബ്ലവും, പിന്നെ നമ്മൾ പലപ്പോഴും നമ്മളൊരു പെട്ടെന്ന് പേഷ്യന്റ് ഗ്യാഗ് വരുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് തോണ്ടിയിട്ട് കിട്ടി എന്നുള്ള ധാരണയിൽ നിൽക്കും. പലപ്പോഴും നമ്മൾ തോണ്ടിയിട്ടുണ്ടാവുക
അല്ലെങ്കിൽ സ്വാബ് ടച്ച് ചെയ്തിട്ടുണ്ടാവുക പേഷ്യന്റിന്റെ ടങ്ങിലോ പോസ്റ്റീരിയർ തേർഡ് ഓഫ് ടങ് പലപ്പോഴും പൊന്തിങ്ങനെ നിൽക്കുന്നുണ്ടാവും. അതുമ്പോൾ ടച്ച് ചെയ്യും, അല്ലെങ്കിൽ കവിളിലായിരിക്കും. പേഷ്യന്റ് ഗ്യാഗ് വരുമ്പോൾ നമുക്കൊരു പേടിയാണല്ലോ, നമ്മുടെ മേത്ത് തട്ടു എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ മേത്തേക്ക് ഛർദ്ദിക്കും എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും ത്രോട്ട് സ്വാബ് എന്റെ ഒരു എക്സ്പീരിയൻസ്, ഈ ചെറിയൊരു എക്സ്പീരിയൻസിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഓക്കെ സാറേ. സാറേ പിന്നെ ഒരു ഡൗട്ട് ചോദിച്ചേക്കുന്നത്, ഓരോ തവണയും നമ്മൾ സ്വാബ് എടുക്കുമ്പോൾ ആ ചെയർ നമ്മൾ ഡിസിൻഫെക്ട് ചെയ്യണോ അതോ? വേണം. ഞാനത് പറയാൻ വിട്ടുപോയ പോയിന്റാണ്. ഓരോ പേഷ്യന്റ് എണീറ്റ് പോയി കഴിഞ്ഞാലും 1% ഇതിൽ ഹൈപ്പോക്ലോറൈഡ് സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ കൊണ്ട് അത് ഡിസിൻഫെക്ട് ചെയ്യണം. കാരണം വരുന്ന പേഷ്യൻസ് എല്ലാം, സ്വാബ് എടുക്കാൻ വരുന്ന എല്ലാവരും പോസിറ്റീവ് അല്ലല്ലോ, അവരുടെ സേഫ്റ്റി നമ്മുടെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ നോക്കിയേ പറ്റും. അതുപോലെ ഒറ്റ പോയിന്റ് കൂടി എവിൻ, നമ്മള് പലപ്പോഴും നമ്മള് ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ഗ്ലൗസിന്റെ അവൈലബിലിറ്റി കുറവായത് കാരണം ഒരു ഗ്ലൗസ് തന്നെ നമ്മൾ വീണ്ടും സാനിറ്റൈസർ കൊണ്ട് ക്ലീൻ ചെയ്തിട്ടാണ് ഗ്ലൗസ് എല്ലായ്പ്പോഴും മാറ്റിക്കോ. ഔട്ടർ ഗ്ലൗസ് ചിലപ്പോൾ മാറ്റാത്ത സ്ഥലങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കയ്യിൽ ധാരാളം നമ്മൾ സാനിറ്റൈസർ ഒഴിച്ചതിന് ശേഷം ഇതിങ്ങനെ ഉറ്റ് വീഴാൻ പാടില്ല. അത് ഇറ്റിറ്റ് വീഴുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, നമ്മൾ സ്വാബ് സ്റ്റിക്ക് കൈ പിടിക്കുമ്പോൾ ഈ സ്വാബ് സ്റ്റിക്ക് നമ്മൾ കുത്തിന് മുകളിലേക്ക് പിടിച്ചോളാം. അടുത്ത സ്വാബ് സ്റ്റിക്ക് എടുക്കുമ്പോൾ അത് താഴേക്ക് പിടിച്ചാല് പലപ്പോഴും അതിലൂടെ ഇങ്ങനെ ഊർന്നു വരും. എന്നിട്ട് നമ്മൾ എടുക്കുന്നതിന് മുമ്പ് തന്നെ ആ വൈറസ് ഉണ്ടെങ്കിൽ അത് തട്ടിപ്പോകും, നമുക്ക് റിസൾട്ട് നെഗറ്റീവ് ആവും. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന പോയിന്റുകൾ ഒന്നാണ്. പിന്നെ നമ്മുടെ കൈ കൊണ്ട് നമ്മൾ VTMന്റെ ലിഡ് അടയ്ക്കുമ്പോൾ 1-2 തുള്ളി ഇതിന് ഉള്ളിൽ പോയാൽ നമ്മൾ ചെയ്തൊക്കെ വെറുതെ ആവും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചെറിയൊരു പോയിന്റ്. ഓക്കെ ഓക്കെ, താങ്ക് യു സാർ. പിന്നെ സാർ വേറൊരു ഡൗട്ട് വന്നിരിക്കുന്നത്, വിസ്കിന്റെ ഡിസിൻഫെക്ഷൻ എങ്ങനെയാ സാറേ? വിസ്കിന്റെ ഔട്ടർ ഗ്ലൗസ് നമ്മൾ ഡിസിൻഫെക്ട് ചെയ്യുന്നത് പുറത്ത് ഒരു സ്റ്റാഫ് ഉണ്ടാവും, PPE ധരിച്ചുള്ള ഒരു സ്റ്റാഫ് നഴ്സോ അല്ലെങ്കിൽ ഗ്രേഡ് 2 സ്റ്റാഫോ ഉണ്ടാവും. അവരാണ് അത് ക്ലീൻ ചെയ്യുന്നത്. പുറം ഭാഗം അത് 1% സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ വെച്ചിട്ട് തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഉണങ്ങാൻ കാത്തിരിക്കണം. ആ ഗ്ലാസ് സർഫസും ഇതുമാതിരി തുടയ്ക്കണം. ഈ തുടയ്ക്കുമ്പോഴുള്ള ഒരു 2 അഭിപ്രായം വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, മൈക്രോബയോളജിയിൽ നിന്ന് വന്നുള്ളത് നമ്മൾ അതൊരു എയറോസോൾ ജനറേറ്റിംഗ് പ്രൊസീജിയറാണ്. സ്പ്രേ ചെയ്യൽ, നമ്മൾ ആ ഗ്ലാസിന് മുകളിലേക്ക് സ്പ്രേ അടിക്കുമ്പോൾ അത് എയറോസോൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് വിസ്കിനെ പറ്റി ഭയങ്കര ഒരു എന്താ പറയാ, നല്ല അഭിപ്രായം മോശം അഭിപ്രായം പറയുന്ന ഒരു 2 കൂട്ടത്തിലുണ്ട്. ഉൾഭാഗം UV ക്ലീനിങ് ആണ്, അതായത് ഓട്ടോമാറ്റിക്കലി അത് നടക്കുന്നുണ്ട്, അതിൻ്റെ ഉള്ളിലുണ്ട്, നമ്മളായിട്ട് ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല. വേറെ ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്വസ്റ്റ്യൻസ് ഒക്കെ അവസാനിച്ചു ചാറ്റ് ബോക്സിൽ. വേറെ ആർക്കെങ്കിലും പേഴ്സണൽ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടെങ്കിൽ ആർക്കും ജോബിൻ സാർ ഉണ്ടോ ലൈനില്? ഹലോ, ജോബിൻ സാർ ഉണ്ടോ? അൻസൽ അല്ല, നമ്മള് നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളത് കൊണ്ട് വീഡിയോ കിട്ടുന്നില്ല. കുഴപ്പമില്ല, അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിച്ചോളാം. ആരെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ 3-4 ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് എടുക്കാമെന്ന് തോന്നുന്നു. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അൺമ്യൂട്ട്. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജോബിൻ സാറിന്റെ ആണ് നെറ്റ്വർക്ക് കിട്ടാതെ. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം സാറ്. ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നത്. ഓൾമോസ്റ്റ് ഇനി പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും പറയാനില്ല. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് ലഭിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്നവർക്കും കുറച്ചുകൂടെ ഫൈൻ ട്യൂൺ ചെയ്യാനും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് മാറ്റാനും പറ്റിയ ഏറ്റവും നല്ലൊരു ക്ലാസ് ആയിട്ട് തന്നെ ഞാനിത് കണക്കാക്കുന്നത്. എല്ലാവരും മെസ്സേജിലും എക്സലന്റ് ക്ലാസ് ആണ് എഴുതുന്നത്. സാർ, അപ്പോ വേറെ ആർക്കും ഡൗട്ട്സ് ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സാറിന്റെ ക്ലാസ് ഇതിന്റെ റെക്കോർഡ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചാൻസ് ഇടുക്കി KGM തമ്മിൽ പ്രത്യേക സന്തോഷമുണ്ട്. കാരണം ഞാൻ ഞങ്ങളുടെ മലപ്പുറം KGM സ്പോർട്സ് ടീമിന്റെ ക്യാപ്റ്റനാണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീം ഇടുക്കിയാണ്. അവിടെ നിന്ന് തന്നെ എനിക്ക് ചാൻസ് ആയിട്ട് ഭയങ്കര സന്തോഷം. അപ്പൊ നമുക്ക് അടുത്ത സ്പോർട്സ് പേരെ കാണാം. ഓക്കെ, തീർച്ചയായും സാറേ. ഞങ്ങള് വീണ്ടും ഏതെങ്കിലും ക്ലാസ്സുകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ സാറുമായിട്ട് നമുക്ക് കോണ്ടാക്റ്റിൽ വരാം.
സന്തോഷം. സാർ എല്ലാവർക്കും KGMയുടെ ഇടുക്കിയിലെ മൊത്തത്തിൽ എല്ലാവർക്കും വേണ്ടി ഞാൻ സാറിനോട് സ്പെഷ്യൽ താങ്ക്സ് പറയാണ്. ഇത് ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളിത് സാറിന് അനുവാദം കൂടാതെ തന്നെ ഞങ്ങൾ ഷെയർ ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ സാറേ. ഓക്കെ എന്നാ സാറേ. ഓക്കെ. ജയ് KGM.